ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം, അധ്യായം 6. തിമ്മക്ക. ആരോ പിറുപിറുക്കുന്നത് നാഗരാജനും വിശ്വജാലയും അടക്കം ആ മുറിയിൽ ഉണ്ടായിരുന്നവർ കേട്ടു. തൊഴിലാളികളുടെ വീട്ടുമുറ്റത്ത് നിന്നിരുന്നവർ നിശബ്ദരായി കഴിഞ്ഞു. കരയാൻ വായ തുറന്ന ലങ്കേഷിന്റെ ഭാര്യ പോലും. വനജ പെട്ടെന്ന് അവളുടെ അടുത്തുനിന്ന് എഴുന്നേറ്റു. നാഗരാജൻ തിടുക്കത്തിൽ വാതിൽക്കലേക്ക് ചെന്നു. ഏതാ ലങ്കേഷിന്റെ വീട്? റോഡിൽ നിന്ന് വീടുകൾക്ക് മുന്നിലേക്ക് കയറുന്നതിനിടയിൽ വസന്തരാജന്റെ ചോദ്യം. അതാ. കൂടി നിന്നവരിൽ ഒരാൾ കൈ ചൂണ്ടി. തിമ്മക്കയും ആൺമക്കളും ധൃതിയിൽ അവിടെ എത്തി. പിന്നാലെ എത്തിയ വാഹനങ്ങളുടെ വെളിച്ചത്തിൽ ലോറിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന മരണക്കുടുക്ക് ജനം കണ്ടു. ഈശ്വര, ലങ്കേഷിനുള്ളതാവുമോ അത്? കനക സഭാപതി നെഞ്ചിൽ കൈവച്ചു. കനക, പതുക്കെ. ചന്ദ്രപ്പൻ കിടാവ് അയാളുടെ വായ് പൊത്തി. ലങ്കേഷ്. മുറ്റത്തുനിന്ന് പാമ്പ് ചീറ്റുന്ന ഒച്ചയിൽ തിമ്മക്ക ഒരിക്കൽ കൂടി വിളിച്ചു. നാഗരാജൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. ഭവ്യതയോടെ അവരെ തൊഴുതു. അമ്മ, ലങ്കേഷ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. നീ ആരാ? തിമ്മക്കയുടെ നോട്ടം അയാളുടെ കണ്ണിൽ കുത്തി. നാഗരാജൻ, അപ്പുറത്തെ വീട്ടിലേതാ? തിമ്മക്ക തല കുടഞ്ഞുകൊണ്ട് വിളിച്ചു. ബസന്തേ. വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ ബസന്തരാജ് മിന്നൽ വേഗത്തിൽ മുന്നിലെത്തി. ആളുകൾ ശ്വാസമടക്കി. അടുത്ത നിമിഷം നാഗരാജന്റെ കവിളിൽ പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അടി വീണു. നിന്നെ ഇങ്ങോട്ട് വിളിച്ചോടാ? വസന്തരാജ് കൈചൂണ്ടി അലറി. വിളിക്കാത്തവൻ വരരുത്, മനസ്സിലായോ? ഒരു വശത്തേക്ക് വേച്ചുപോയ നാഗരാജൻ കവിളിൽ കൈ അമർത്തി. സകലരും സ്തബ്ധരായി. വനജയുടെയും മക്കളുടെയും വിശ്വജാലയുടെയും തൊണ്ടക്കുഴിയിൽ ഒരു നിലവിളി കിടന്നു പുളഞ്ഞു. ചുറ്റും നിന്നിരുന്ന ആളുകൾ മെല്ലെ പിന്നോക്കം നീങ്ങി. ലങ്കേഷിന്റെ ഭാര്യയും കുട്ടികളും തിമ്മക്കയുടെ മുന്നിൽ ഓടിയെത്തി. അദ്ദേഹം വന്നിട്ടില്ലമ്മ. അവർ തിമ്മക്കയുടെ കാൽക്കലിരുന്നു. ഖനിയിൽ മണ്ണിടിച്ചിലുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല തിമ്മക്ക. അവർ കൈനീട്ടി ലങ്കേഷിന്റെ 5 വയസ്സുള്ള കുട്ടിയുടെ കഴുത്തിൽ പിടിച്ചുയർത്തി. കുട്ടിക്ക് ശ്വാസം വിലങ്ങി. അവൻ കൈകാലടിച്ച് പിടഞ്ഞു. തിമ്മക്ക കടപ്പല്ലമർത്തി. ലങ്കേഷ് വരികയോ ഖനിയിൽ തന്നെ ചത്തൊടുങ്ങുകയോ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് ഒന്നറിയണം. അവർ തന്റെ PA കട്ടാരിപ്പാണ്ടിന് നിർദ്ദേശം നൽകി. ആ നമ്പർ പറയടാ. കട്ടാരിപ്പാണ്ഡ്യൻ സൈനൈഡ് ഹില്ലിൽ നിന്ന് കിട്ടിയ സിം മെമ്മറിയിലെ നമ്പർ പറഞ്ഞു. തിമ്മക്ക ലങ്കേഷിന്റെ ഭാര്യയെ ചവിട്ടിമറിച്ചു. പിന്നെ അവളുടെ നെഞ്ചിൽ കാലമർത്തി. ഈ പറഞ്ഞ നമ്പർ നിന്റെ ഭർത്താവിൻ്റേതല്ലേടി? ലങ്കേഷിന്റെ. അല്ലമ്മ, അവൾ വിലപിച്ചു. പണ്ട് ഇങ്ങനൊരു നമ്പർ ഉണ്ടായിരുന്നത് സത്യമാ. പക്ഷെ ഇപ്പോൾ അതില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. അവൾ തിമ്മക്കയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടടി. ആ സിം കാർഡ് പിന്നെ എന്തു ചെയ്തു? തിമ്മക്കയുടെ കാലിന് ശക്തിയേറി. എനിക്കറിയത്തില്ലമ്മ. വസന്തരാജും പുട്ടരാജും ചൗഡയും പരസ്പരം നോക്കി. തിമ്മക്ക കുട്ടിയെ അവളുടെ നെഞ്ചിലേക്ക് എറിഞ്ഞു. തറയിൽ നിന്ന് 2 പേരുടെയും നിലവിളികൾ ഉയർന്നു. നിർത്തടി. തിമ്മക്ക ചീറി. പിടിച്ചു നിർത്തിയതുപോലെ കരച്ചിൽ നിന്നു. തിമ്മക്ക കൈ ചൂണ്ടി. അവൻ ജീവനോടെ തിരിച്ചു വന്നാൽ ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും എത്തിക്കൊള്ളാൻ പറയണം എൻ്റെ മുന്നിൽ. അപ്പോൾ അവൻ്റെ നാവിൽ ആ സിം കാർഡ് എവിടെയെന്ന ഉത്തരവും ഉണ്ടാവണം. ഞാൻ പറയാമമ്മേ. ലങ്കേഷിന്റെ ഭാര്യയുടെ ഒച്ച വിറച്ചു. തിമ്മക്ക കാൽ പിൻവലിച്ച് വെട്ടിത്തിരിഞ്ഞു. ചുറ്റും നിന്നവരിലൂടെ അവരുടെ കണ്ണുകൾ തെന്നിപ്പോയി. വാക്കുകൾ ബുള്ളറ്റുകളായി. എൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോടാ? ആരും മിണ്ടിയില്ല. അവർ തുടർന്നു. അറിയാമെങ്കിൽ ഇപ്പോൾ പറഞ്ഞേക്കണം. അതല്ല, എൻ്റെ അന്വേഷണത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സറിവുണ്ടെന്ന് തെളിഞ്ഞാൽ അതോടെ അവൻ്റെ ആയുസ് തീർന്നെന്ന് കരുതിക്കോണം. ഒരിക്കൽ കൂടി എനിക്കിവിടേക്ക് വരേണ്ടി വന്നാൽ ആണെന്നോ പെണ്ണെന്നോ കുട്ടികളൊന്നോ നോക്കില്ല ഞാൻ. കത്തിച്ചു കളയും ജീവനോടെ. തിമ്മക്ക തിരിഞ്ഞു. ബന്റി. ആ സംഘം വന്ന വാഹനങ്ങളിൽ കയറി. അവർ തിരിച്ചു പോകുന്നതുവരെ ആരും ചലിച്ചില്ല. വാഹനവ്യൂഹം 5 ലൈറ്റ്സ് കഴിഞ്ഞതും വനജ നാഗരാജന്റെ അടുത്ത് ഓടിയെത്തി. ആ മുടിഞ്ഞ സ്ത്രീ നിങ്ങളെ എന്തിനാ തല്ലിച്ചത്? ആ. നാഗരാജൻ കൈമലർത്തി. പിന്നെ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. വനജയും പിന്നാലെ ചെന്നു. നാഗരാജന്റെ മുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭീതിയും ഉത്കണ്ഠയും പാരവശ്യവും. വനജ അത് ശ്രദ്ധിച്ചു. സത്യം പറ, നിങ്ങൾക്കെന്താ പറ്റിയത്? അവർ അയാളെ സൂക്ഷിച്ചു നോക്കി. നാഗരാജന്റെ ഉടലൊന്ന് വിറച്ചു. അടുത്താരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അയാൾ ശബ്ദം താഴ്ത്തി. ലങ്കേഷ് ആ സിം കാർഡ് എനിക്കടി തന്നത്. വനജയുടെ കാതുകളിൽ കടന്നൽ കൂടിളകി. നാഗരാജൻ ബാക്കി പറഞ്ഞു. ഞാൻ അന്ന് ഫോൺ വാങ്ങിയപ്പോൾ വെറുതെ എന്തിനാ പുതിയ സിമ്മെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് അവൾ കേട്ടില്ല. അവർക്ക് മുന്നിൽ ഭൂമി വട്ടം കറങ്ങി. എൻ്റെ കോടലിംഗേശ്വര. നെഞ്ചിൽ കൈവച്ചുപോയി അവർ. ഭൂമിയുടെ ഒരു ചുഴലിക്കുള്ളിലായി നാഗരാജനും വനജയും.
എന്തിനാവണം തിമ്മക്ക ആ സിം അന്വേഷിക്കുന്നത്? വനജയ്ക്ക് ശ്വാസം വെട്ടി. അതറിയത്തില്ല. എന്നാൽ തങ്കത്തിൻ്റെ മരണവും ആ ഫോൺ നമ്പറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നാഗരാജൻ മറിഞ്ഞു വീഴും പോലെ കസേരയിലേക്കിരുന്നു. അവരുടെ പിന്നാലെ വന്ന വിശ്വജാല ഈ സംഭാഷണം കേട്ടു. നെഞ്ചിനു കുറുകെ ഒരു വെട്ട് കിട്ടിയതുപോലെ അവളും കിടുങ്ങി. 5 സ്വർണ്ണഖനികൾ, മൈസൂർ ഗോൾഡ് മൈൻ, ചാമ്പ്യൻ റീഫ്, നന്ദിദുർഗ്, ഊർഗം, ബാൽഘാട്ട്, എല്ലാ ഖനികളുടെയും കേജിൻ്റെ ഭാഗത്ത് തൊഴിലാളി കുടുംബങ്ങളും നാട്ടുകാരുമെല്ലാം തിങ്ങിക്കൂടിയിരിക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ കോലാർ ജില്ലയിലെ പകുതിയോളം പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. എങ്കിലും പോലീസിന്റെ വിലക്ക് ലംഘിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾ. പലപ്പോഴും വാക്ക് തർക്കമായി കേജ് ഓരോ തവണ ഉയർന്നു വരുമ്പോഴും ആളുകൾ മുന്നോട്ടാഞ്ഞ് ഉദ്വേഗത്തോടെ നോക്കും. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ടോ? ഭൂമികുലുക്കത്തിന്റെ ആഘാതം ഖനിക്കുള്ളിൽ എത്രമാത്രം ഉണ്ടായെന്ന് ആർക്കും അറിയില്ല. ആകാംക്ഷയുടെ നിമിഷങ്ങൾ പെരുകുകയാണ്. തുരങ്കങ്ങൾ മണ്ണും പാറയും വീണ് അടഞ്ഞപ്പോൾ അതിനപ്പുറം എത്ര പേർ കുടുങ്ങിയിട്ടുണ്ടാവും? പത്ര TV റിപ്പോർട്ടർമാർ എല്ലായിടത്തുമുണ്ട്, OB-1 ഉൾപ്പെടെ. കൂടാതെ ആംബുലൻസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും യൂണിറ്റുകളും വെളിച്ചത്തിന് ആക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി കനക്കുകയാണ്. KGF കുപ്പൻ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പഞ്ഞു. മുന്നിൽ വന്ന ഷെവർലെ കാമറോ കാറിൽ രുദ്രേഷ് ഗൗഡ ഉണ്ടായിരുന്നു. പിന്നിലെ ഡസ്റ്റർ വാനിൽ അയാളുടെ അംഗരക്ഷകരും. കുപ്പത്തെ വനത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ടിപ്പർ ലോറി പരിശോധിച്ചതിനു ശേഷമുള്ള വരവാണ്. വണ്ടി നമ്പർ ഇന്റർനെറ്റ് വഴി സെർച്ച് ചെയ്തപ്പോൾ അതൊരു പോലീസ് വാഹനത്തിൻ്റേതാണെന്ന് തെളിഞ്ഞു. പിന്നീടുള്ള പരിശോധനയിൽ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഗ്രൈൻഡ് ചെയ്ത് നീക്കിയിരിക്കുന്നതും കണ്ടു. ശരീരം മുഴുവൻ മുളകുപൊടി വീണ് നീറിപ്പുകയുന്ന അനുഭവമായിരുന്നു രുദ്രേഷ് ഗൗഡയ്ക്ക്. തൻ്റെ ശത്രുക്കൾ പ്രബലരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം അയാൾ ഉത്തരവിട്ടിരിക്കുകയാണ്, കർണാടകയിലും ആന്ധ്രയിലുമുള്ള സകല കൊട്ടേഷൻ പാർട്ടികളെയും ട്രേസ് ചെയ്യുക. കാറിൻ്റെ സീറ്റിൽ അടിച്ചുകൊണ്ട് അയാൾ പല്ലുഞെരിച്ചു. ഡ്രൈവർ ഭീതിയോടെ പിന്നിലേക്ക് നോക്കി. ശത്രു ആരായാലും വിദൂര ഭാവിയിൽ പോലും എനിക്കൊരു ഭീഷണി ഉണ്ടാകാത്ത രൂപത്തിൽ അവൻ്റെ വേരുകൾ വരെ ഞാൻ അറുത്തെടുക്കും. പിന്നെ കരിച്ച് ചാരം കാവേരിയിലൊഴുക്കും. ഗൗഡ തലകുടിഞ്ഞു. പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു. രുദ്രേഷ് രോഷത്തോടെ അതെടുത്തു നോക്കി. തിമ്മക്ക. പറയൂ തിമ്മക്ക. അയാൾ അറ്റൻഡ് ചെയ്തു. എൻ്റെ തിരക്കുകൊണ്ട നിന്നെ കാണാൻ വരാഞ്ഞത്. പിന്നെ തിരക്കിയപ്പോൾ നീ ഹോസ്പിറ്റലിൽ നിന്നും ചാടിപ്പോയെന്നറിഞ്ഞോ? അതെ. അയാൾ കാര്യം പറഞ്ഞു. തുടർന്ന് തിരക്കി. നിന്റെ രക്ഷകനെ കൊന്നവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന? അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ലിങ്കുണ്ട്. ഒരു ലങ്കേഷ്. തിമ്മക്ക സിം കാർഡിൻ്റെ കാര്യം സൂചിപ്പിച്ചു. പക്ഷേ അവനെ ഖനിക്കുള്ളിൽ തന്നെ മൂടിയിട്ടുണ്ടെങ്കിൽ? തിമ്മക്ക പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. രുദ്രേഷ്, നീയൊരു കാര്യം ശ്രദ്ധിച്ചോ? എൻ്റെ മകനെയും പിന്നെ നിന്നെയും ഇത് ഒരു ഭാഗത്തു നിന്ന് തന്നെയുള്ള അറ്റാക്ക് ആയിക്കൂടെ? നമുക്ക് രണ്ടാൾക്കും ഒരു പൊതുശത്രു. ഷോക്കേറ്റതുപോലെ രുദ്രേഷിൻ്റെ കണ്ണുകൾ മിന്നി. ശരിയാണ്, തങ്കത്തെ കൊന്നു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു. നമുക്ക് പൊതുശത്രുവെന്ന് പറയാൻ? ഗൗഡ കുറ്റിത്തലമുടിയിലൂടെ വിരലോടിച്ചു. അതിന് ധൈര്യമുള്ളവർ ആരാ ഈ കർണാടകയിലുള്ളത്? പാമ്പു ചീറ്റും പോലെ തിമ്മക്കയുടെ ശബ്ദം വന്നു. പ്രബലനെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഒരാളുണ്ടല്ലോ, കലിംഗറാവു. രുദ്രേഷ് ഗൗഡയുടെ പുരുകങ്ങൾ കൂട്ടിയിടിച്ചു. യെസ്, നമ്മളൊരു ശത്രുവിനെ തേടുമ്പോൾ ആദ്യം മുന്നിൽ വയ്ക്കാവുന്ന പേരാണല്ലോ അത്. പക്ഷേ കിഴവൻ കടുവയ്ക്ക് അതിനുള്ള പ്രാപ്തി. അയാൾ പൂർത്തിയാക്കും മുൻപ് തിമ്മക്ക തിമിട്ടി. അയാൾ കിഴവൻ കടുവയാണെങ്കിലും ഒരു സൈന്യാധിപനുണ്ടല്ലോ, കുരങ്ങ് കൃഷ്ണ. അവനെ സൂക്ഷിക്കണം. കാത്തുകാത്തിരുന്ന ഒരാക്രമണത്തിന് കോപ്പുകൂട്ടുകയായിരുന്നെങ്കിൽ. എങ്കിൽ രുദ്രേഷ് അട്ടഹസിച്ചു. ബല്ലാരിയിലെ മാട്ടിറച്ചിക്കൊപ്പം അവൻ്റെ മാംസവും ഉണ്ടാവും കുത്തിയെരിഞ്ഞ്. റോഡിന് ഇരുവശത്തും കോതി നിർത്തിയിരുന്ന മരങ്ങൾക്കിടയിലൂടെ വെളിച്ചത്തിൻ്റെ ഒരു തുരങ്കം തീർത്ത് വാഹനങ്ങൾ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പുലർച്ചെ 2 മണി. ഖനിത്തൊഴിലാളികളുടെ ചതുര വീടുകളിൽ ആരും ഉറങ്ങിയിട്ടില്ല. രക്ഷപ്പെട്ടവർ മുഴുവൻ ഖനികളിൽ നിന്ന് പുറത്തുവന്നെന്നും ദ്രുതകർമ്മസേനയുടെയും ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥർ ഉള്ളിലിറങ്ങി തിരച്ചിൽ നടത്തുന്നുവെന്നുമാണ് അവസാനത്തെ വിവരം. 5 ഖനികളിൽ നിന്നായി ഇനി 100ഓളം പേർ പുറത്തു വരാനുണ്ട് പോലും. ജനങ്ങളുടെ പ്രതീക്ഷ അസ്തമിക്കുകയാണ്. ലങ്കേഷും ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. നാഗരാജന്റെ വീട്ടിൽ അപൂർവയ്ക്കും ആശയ്ക്കുമൊപ്പം തിണ്ണയിലിരിക്കുകയാണ് വിശ്വജാല. രുദ്രേഷ് ഗൗഡയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന വാർത്ത ആ കുടുംബത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നിങ്ങൾ കാളിയെ വിവരമറിയിക്കാതിരുന്നതെന്താ അപൂർവേ? വിശ്വജാല അവളെ നോക്കി. കാളിയുടെ കയ്യിൽ പണം കാണുമല്ലോ, ആ ഗൗഡയ്ക്ക് കൊടുക്കാൻ. ഓരോ റേസിനും അവന് കിട്ടുന്നത് എത്ര രൂപയാ? അപൂർവ വീടിനുള്ളിലേക്ക് ഒന്നെത്തി നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി. അച്ഛൻ സമ്മതിക്കത്തില്ല ചേച്ചി.
ഏട്ടൻ്റെ പണം ഇവിടെ വേണ്ടെന്നാ പറയുന്നത്. അച്ഛനെ അനുസരിക്കാതെ ഡ്രൈവിങ്ങിൽ ഹരം കയറി നടക്കുവല്ലേ. മാത്രവുമല്ല കിട്ടുന്ന കാശൊക്കെ ഊട്ടിയിൽ കുതിരപ്പന്തയത്തിന് കൊണ്ടു കളയുകയാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ആ പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് വിശുജ്വാലയ്ക്കും അറിയാം. ഹോഴ്സ് റേസ് എന്നും കാളിചരണിന് ഹരമാണ്. എന്നെങ്കിലും ഒരിക്കൽ ജാക്ക്പോട്ട് അടിച്ചാൽ അന്ന് കളി നിർത്തുമെന്നാണ് അവൻ തന്നോടും പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ചേച്ചി, ആശ തുടർന്നു, നിങ്ങൾ ഇന്നലെ കനിയിൽ പോയ നേരത്ത് ഞങ്ങൾ ഏട്ടനെ വിളിച്ചിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഒരു ബൂത്തിൽ നിന്ന്, പക്ഷേ കിട്ടിയില്ല. ഏട്ടൻ ഏതോ റേഞ്ചില്ലാത്ത സ്ഥലത്താണെന്ന് തോന്നുന്നു. അത് നേരാ, വിശുജാല സമ്മതിച്ചു. ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ അവന് റേസുണ്ട്. എനിക്കും കാളിയെ ഒന്ന് വിളിക്കണം. നാളെ നമുക്ക് ബൂത്തിൽ പോകാം. അവൾ വിദൂരതയിൽ എവിടെയോ മിഴികൾ നട്ടു. 5 ലൈറ്റിൽ പകൽ പോലെ വെളിച്ചമുണ്ടായിരുന്നു. അതിരിക്കട്ടെ ചേച്ചി, ചേച്ചി എന്തിനാ ആരോടും പറയാതെ നാട്ടിൽ നിന്ന് പോന്നത്? അപൂർവയുടെ ചോദ്യം അപ്രതീക്ഷിതമായിരുന്നു. വിശുജാല ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം ചോര ഉൾവലിഞ്ഞതുപോലെ അവളുടെ മുഖം വിളറി. അവൾ മറുപടി പറഞ്ഞില്ല. ഇടുക്കി തവളപ്പാറ. ചുറ്റും കൊക്കകളിൽ അമർന്നു കിടന്നിരുന്ന മഞ്ഞ് മെല്ലെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. കുപ്പിയിൽ അവശേഷിച്ച ബിയർ കൂടി വായിലേക്ക് കമിഴ്ത്തിയിട്ട് കാളിചരൺ അത് താഴേക്ക് വലിച്ചെറിഞ്ഞു. എവിടെയോ അത് പാറയിൽ വീണുടയുന്ന ഒച്ച കേട്ടു. മണിക്കുട്ട. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ പകുതിയോളം വരുന്ന പരന്ന പാറയ്ക്ക് മീതെ മലർന്നു കിടന്നുകൊണ്ട് കാളിചരൺ വിളിച്ചു. എന്താ അണ്ണ? സമീപത്തിരുന്ന മണിക്കുട്ടന്റെ നാവ് കുഴഞ്ഞു തുടങ്ങിയിരുന്നു. കാളിചരണിന്റെ അസിസ്റ്റന്റാണവൻ. അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിന് ഒപ്പമുള്ള സഹായി. മാനത്ത് പകുതി തെളിഞ്ഞു നിൽക്കുന്ന നിലാവിൽ കാളിയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. എൻ്റെ വിജയവും ആ നിലാവ് പോലെയാ അല്ലേടാ? കാളി ചോദിച്ചു. അതെന്താ അണ്ണ അങ്ങനെ? കഴിഞ്ഞ 2 റൗണ്ടുകളിലും ഒന്നാമതെത്തിയത് അണ്ണനല്ലേ? മാത്രമല്ല കഴിഞ്ഞ 3 വർഷവും ഇവിടെ വണ്ടിയോടിച്ച് വിന്നറായ ചരിത്രവും അണ്ണനുണ്ടല്ലോ. മണിക്കുട്ടൻ തർക്കിച്ചു. ഒക്കെ ശരി തന്നെ. പാറയ്ക്ക് താഴെ ആദിവാസികളുടെ ക്ഷേത്രമായ ഇരുമച്ചുതായിൽ അവൻ്റെ നോട്ടമെത്തി. വിളക്ക് പ്രതിഷ്ഠയായ ക്ഷേത്രം. അതിനു മുന്നിലും മലയിടുക്കുകൾ താണ്ടിപ്പോകുന്ന ദുർഘടം നിറഞ്ഞ പാത അവ്യക്തമായി കാണാം. എന്തയാറിന് പോകുന്ന വഴി. അതല്ലടാ, ഇത്തവണ അലിമാവോ ബ്രദേഴ്സ് അണിയറയിൽ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവന്മാർ എന്തെങ്കിലും ചതിപ്രയോഗം നടത്തിയേക്കും. മണിക്കുട്ടൻ്റെ മുഖം മുറുകി. എന്നാൽ പന്നിയുടെ മക്കളെ കുത്തിമലർത്തും നമ്മൾ. ഗോവയിലെ പോപ്സൺ അലിമാവോയുടെ ഒരു ഗ്രൂപ്പാണ് കാളിചരണിൻ്റെ സ്ഥിരം എതിരാളികൾ. അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് ഹരമാക്കിയ ത്രിമൂർത്തികൾ. കഴിഞ്ഞ ജൂണിലെ ഇവിടുത്തെ റേസിന് ശേഷം ഒന്ന് ഉടക്കി പിരിഞ്ഞതാണ്. അന്നേ അവരുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നു. കഴിഞ്ഞ 2 സ്റ്റേജുകളിലും കാളിക്ക് പിന്നിൽ തന്നെയുണ്ട് അവർ. 3-ാം സ്ഥാനത്ത്. ഇത്തവണത്തെ ക്യാഷ് പ്രൈസുമായി കോളാറിന് പോകണമെന്ന എൻ്റെ വിചാരം. അച്ഛനവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അണ്ണാ, പെട്ടെന്ന് മണിക്കുട്ടൻ വിളിച്ചു. ആ വിളിയിൽ തന്നെ കാളിചരണന് അപകടത്തിൻ്റെ ഗന്ധമടിച്ചു. അവൻ ചാടി എഴുന്നേറ്റു. ഒപ്പം നടുക്കത്തോടെ കണ്ടു. മഞ്ഞിൽ നിന്ന് മുളച്ചു വരുന്നതുപോലെ പാറപ്പുറത്തേക്ക് വരുന്ന ചില ഇരുണ്ട ശിരസുകൾ. മണിക്കുട്ട, നീ മാറിക്കോ. പറഞ്ഞതും അവൻ കുതിച്ചുയർന്നു. അവർ ഞെട്ടലോടെ കണ്ടു. തങ്ങളെ വളഞ്ഞ് 10ഓളം പേർ വരുന്ന സംഘം. അവരുടെ കയ്യിലെ ആയുധങ്ങൾ നിലവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. അധ്യായം 7. നീയൊക്കെ ഈ പാതിരാത്രിക്ക് കളരി പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണോടാ? കാളിചരണിൻ്റെ കണ്ണുകൾ വല്ലാതെ ഒന്നിടുങ്ങി. മിന്നൽ വേഗത്തിൽ അവൻ്റെ ഞരമ്പുകളിലൂടെ ചോര കുതിച്ചോടി. നെറ്റിയിലേക്ക് വീണ കോലൻ തലമുടി അവൻ പിന്നോട്ടൊതുക്കി. അളിയന്മാര് നേരത്തെ എത്തി അല്ലേ? ഇവിടെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് നാളെയേ ഉണ്ടാകൂ എന്ന് കരുതി. വീശി വരുന്ന തണുത്ത കാറ്റിൽ കാളിചരണിൻ്റെ ശബ്ദം ചിതറി വീണു. പാറ കയറി വന്നവർ അവനു ചുറ്റും ഒരു നിശ്ചിത അകലത്തിൽ നിലയുറപ്പിച്ചു. മണിക്കുട്ട, കാളി വിളിച്ചു. എന്താ അണ്ണ? പിന്നിൽ നിന്ന് വിറപൂണ്ട ശബ്ദം കേട്ടു. നിനക്ക് ഓടി രക്ഷപ്പെടാമോടാ? പറ്റത്തില്ലണ്ണ. വെറുതെ മറിഞ്ഞു വീണ് കൊക്കയിൽ നടുപൊടിഞ്ഞു കിടക്കണോ ഞാൻ? അതിലും ഭേദം ഇവന്മാരെ നേരിടുന്നതാ. ഇരുമച്ചതായി ക്ഷേത്രത്തിനപ്പുറത്തെ മലയിടുക്കിലൂടെ പാറകളിൽ തട്ടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഹുങ്കാരം ഒരു ഗുഹയിൽ നിന്ന് എന്ന വണ്ണം ഉയർന്നുകൊണ്ടിരുന്നു. ചുറ്റുമുള്ള മൊട്ടക്കുന്നുകൾക്ക് മീതെ ആകാശം മുട്ടിക്കിടക്കുകയാണ്. ശത്രുക്കളുടെ ലക്ഷ്യത്തെ മനസ്സിലേക്ക് ആവാഹിക്കുകയായിരുന്നു കാളി. ഒന്നുകിൽ തൻ്റെ ജീവൻ, അല്ലെങ്കിൽ കയ്യോ കാലോ. എങ്ങനെയും നാളത്തെ ഫൈനൽ റൗണ്ട് റേസിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. നിങ്ങൾ മലയാളികളോ ഹിന്ദിക്കാരോ? കാളിചരൺ തിരക്കി. 2 എനിക്ക് ഒരേപോലെയാ. പിന്നെ കൊട്ടേഷൻ കാശ് നേരത്തെ വാങ്ങി വച്ചിട്ടില്ലെങ്കിൽ പോയി വാങ്ങിച്ചോ. അല്ലെങ്കിൽ അതിന് കഴിയാതെ വന്നാലോ? അവനൊന്ന് ചിരിച്ചു. എതിരാളികൾ പരസ്പരം നോക്കി. അതിനിടെ കാളിയുടെ കണ്ണുകൾ പാറയിലൊന്ന് വട്ടം ചുറ്റി. ഒരു കുപ്പി ബിയർ അവശേഷിക്കുന്നുണ്ട്. അങ്ങ് താഴെ തങ്ങൾ വന്ന ജീപ്പ് കിടപ്പുണ്ട്. അതിൽ പള്ളിക്കുന്ന് സ്വദേശിയായ മോനിയുണ്ട്.
അവൻ്റെ ടാക്സി ജീപ്പാണത്. ഒരു സൂചന കൊടുത്താൽ മോനി പാഞ്ഞു വരും. തങ്ങൾ 3 പേർ ചേർന്നാൽ 10 പേരെ ഒരുവിധം പ്രതിരോധിക്കാം. അളിയന്മാരെ, ഏതായാലും വാങ്ങിവെച്ച ബിയർ കുടിക്കാതെ അങ്ങേ ലോകത്തേക്ക് ചെന്നാൽ പരമകാലനായ യമരാജാവ് കോപിച്ച് എന്നെ നരകത്തിലേക്ക് അയച്ചാലോ? മാത്രമല്ല, ബാറുകൾ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കളയുന്നത് മഹാ അപരാധവുമല്ലേ? അതുകൊണ്ട് ഞാനിതങ്ങ് കുടിക്കുക. കാളിച്ചരൻ കുനിഞ്ഞ് കുപ്പിയെടുത്തു. പിന്നെ കുപ്പിയുടെ അടപ്പ് കടിച്ചു തുറന്ന് ഒരു കവിൾ വായിലാക്കി. പിന്നിൽ നിന്ന് വിറയ്ക്കുന്ന മണിക്കുട്ടൻ്റെ ശരീരം അവനോട് ചേർന്നു. സാലാക്കുത്ത! ചുറ്റും നിന്നവരിൽ ഒരുവൻ പല്ല് ഞറുമ്മി. അപ്പോൾ രാഷ്ട്രഭാഷക്കാരാ! വായിലേക്ക് കുപ്പി ഒന്നുകൂടി ചരിച്ചുകൊണ്ട് കാളി കുപ്പിയുടെ കഴുത്തിൽ പിടിച്ച് മുന്നോട്ട് കുതിച്ചു. മുന്നിൽ നിന്നിരുന്നവൻ്റെ മുഖത്തേക്ക് ഒറ്റത്തുപ്പ്. ഹേയ്! അയാളിൽ നിന്നൊരു ശബ്ദമുയർന്നു. അടുത്ത നിമിഷം കാളിച്ചരൻ കുപ്പി ഉയർത്തി രണ്ടാമൻ്റെ തലയ്ക്കടിച്ചു. കുപ്പി ചിതറിപ്പോയി. ചോരയും ബിയറും അവൻ്റെ മുടിയിലൂടെ കുഴഞ്ഞൊഴുകി. വാപ്രേ! നിലവിളിച്ചുകൊണ്ട് അവൻ തറയിൽ വീണ് പിടഞ്ഞുരുണ്ടു. കാളി പ്രതീക്ഷിച്ചതുപോലെ ശത്രുക്കൾ ഒന്ന് പതറി. മോനി! അലറി വിളിച്ചുകൊണ്ട് കാളിച്ചരൻ താൻ തുപ്പിയവൻ്റെ മുഖത്തേക്ക് കൈ ചുരുട്ടി ഒറ്റയിടി കൂടി. അയാൾ വേച്ചുപോയി. വീശിത്തെറിക്കുന്നതുപോലെ ചോരത്തുള്ളികൾ കാളിയുടെ ശരീരത്തിലേക്കും വീണു. ആദ്യം വീണവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട വാൾ മണിക്കുട്ടൻ ചാടിയെടുത്തു. തുടർന്ന് അട്ടഹസിച്ചു. പന്നികളെ, എൻ്റെ അടുത്ത് വന്നാൽ കുത്തി പള്ള കീറും ഞാൻ. മാർഡാലോ ഇസാലേക്കോ! കൂട്ടത്തിലെ നേതാവ് അലറി. തുച്കോ ചോഡ്നാ നഹി! അടുത്ത നിമിഷം ചുറ്റും നിന്നവർ ചീറി വന്നു. ആദ്യം ഇടിച്ചവനെ വലിച്ചുയർത്തി കാളിച്ചരൻ അവർക്ക് നേരെ എറിഞ്ഞു. പിന്നെ കാലുയർത്തി ഒറ്റച്ചവിട്ട്. 2 പേർ ഒന്നിച്ചു വീണു. ഒരുവൻ്റെ നെഞ്ചിലേക്ക് കാളി ഉയർന്നു ചാടി. കപ്പത്തണ്ട് ഒടിയും പോലെ വാരിയെല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ടു. കാളി! താഴെ നിന്ന് മോനി പാഞ്ഞെത്തി. ഒരു സീൽക്കാരം തൻ്റെ നേരെ പാഞ്ഞു വരുന്നതറിഞ്ഞ് കാളി കുനിഞ്ഞു. അവൻ്റെ മുടിയിലുരുമ്മി ഒരു ആയുധം പാഞ്ഞുപോയി. പോടാ പുല്ലേ! കാളിയെ വെട്ടാനെത്തിയ ഒരുവൻ്റെ തുടയിൽ മണിക്കുട്ടൻ ആഞ്ഞു വെട്ടി. വാഴത്തടയിൽ വെട്ടുകത്തി കുരുങ്ങിയതുപോലെ അയാളുടെ മാംസത്തിൽ വാൾ കുരുങ്ങി. അയാൾ അലറിക്കരഞ്ഞു. മണിക്കുട്ടൻ വാൾ വലിച്ചെടുത്തു. രക്തം ചീറ്റി. അവൻ അയാളുടെ നെഞ്ചിൽ ചവിട്ടി. അയാൾ പിന്നോട്ട് മറിഞ്ഞു. ഒരു നിലവിളി താഴത്തെ പാറയിലേക്ക് വീണ് കൊക്കയിലേക്ക് പോയി. ഇന്നാ കാളി! മോനി ഒരു ജാക്കി ലിവർ വലിച്ചെറിഞ്ഞുകൊടുത്തു. ഇരുട്ടിൻ്റെ ഒരു കമ്പ് പോലെ കറങ്ങി വന്ന അത് കാളിച്ചരൻ പിടിച്ചെടുത്തു. പിന്നെ അതുമായി ഒരു വട്ടം കറങ്ങൽ. ശത്രുക്കൾ ചിതറിപ്പോയി. കിലുക്കത്തോടെ ആയുധങ്ങൾ പാറപ്പുറത്തു വീണു. കാളി ഒരുവിൻ്റെ നടുവിന് ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ജാക്കി ലിവർ വെച്ച് കാൽ ഉയർത്തിയെടുത്തു. തുടർന്ന് പാദത്തിൽ പിടിച്ച് ശക്തിയിൽ ഒരു വെട്ടിക്കൽ. ടക്ക്! ഇടുപ്പിൽ നിന്ന് അസ്ഥി ഒടിഞ്ഞു മാറുന്ന ഒച്ച. അയാളുടെ അലർച്ചയിൽ താഴ്വാരങ്ങൾ കിടുങ്ങി. ആർത്തനാദങ്ങൾ, അട്ടഹാസങ്ങൾ. കാളിയും മണിക്കുട്ടനും മോനിയും ചേർന്ന് ശത്രുക്കളെ നിലംപരിശാക്കുകയാണ്. ഒരുത്തൻ്റെ തോളലിൽ ജാക്കി ലിവർ കൊണ്ടുള്ള അടിയേറ്റു. അയാൾ പിന്തിരിഞ്ഞോടുന്നതിനിടെ 2 പാറകൾക്കിടയിലൂടെ താഴേക്ക് മറിഞ്ഞു. അവിടെ നിന്ന് ഒരലർച്ച കേട്ടു. ശേഷിച്ചവർ വിഷമദ്യം കഴിച്ചതുപോലെ പാറപ്പുറത്ത് കിടന്ന് പുളഞ്ഞു ഞരങ്ങി. കാളി ഒരുവൻ്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് മുടിയിൽ വിരൽ മുറുക്കി തല മാത്രം പകുതി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. പറയട നായേ, ആരാ നിങ്ങളെ അയച്ചത്? പറയാം, എന്നെ കൊല്ലരുത്. വിൻസെൻ്റ് അലിമാവോ സാറാ? അയാൾ ഞരങ്ങി. കാളിച്ചരൻ മുരണ്ടു. നീ പോ, ഞാൻ വരും അവനെ കാണാൻ. കാളി പിടിവിട്ടു. പിന്നെ നിവർന്നു. താങ്ക് യു മോനി. അവൻ മോനിയുടെ തോളിൽ തട്ടി. വിൻസെൻറ്റിനെ കാണണ്ടേ അണ്ണ? മണിക്കുട്ടൻ വാൾ വലിച്ചെറിഞ്ഞു. വേണം, പക്ഷേ അത് നാളത്തെ റേസിന് ശേഷം മാത്രം. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അപ്പോൾ മോനി പറഞ്ഞു. കാളി, അവൾ മടങ്ങിയെത്തി. ആരാ? അവൻ തിരിഞ്ഞു. വാസുകി. കാളിച്ചരൻ്റെ മനമൊന്നു തുടിച്ചു. വാസുകി. ഇടിമിന്നലാണവൾ. കഴിഞ്ഞ 2 റൗണ്ടുകളിലും അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിൽ 2ാം സ്ഥാനം അവൾക്കാണ്. പുരുഷനേക്കാൾ മനക്കരുത്തുള്ള പെണ്ണ്. പക്ഷെ 2 ദിവസം മുൻപ് പെട്ടെന്നവളെ കാണാതായി. ആരോടും പറയാതെയുള്ള പോക്ക്. സ്പോൺസർമാരോട് പോലും. അവളെ നീ കണ്ടോ? കാളിക്ക് ആകാംക്ഷയായി. കണ്ടു. എന്തു പറഞ്ഞു? എവിടെയായിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് കണ്ണിറുക്കി, അത്രമാത്രം. അവൾ എന്നും ഒരത്ഭുതമാണെന്ന് കാളിച്ചരൻ ഓർത്തു. വാസുകി എന്ന പേരൊഴികെ അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. വീടോ നാടോ എവിടെയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഇവിടെ നടന്ന റേസിൽ ജീപ്പിൻ്റെ ടയർ വെടി തീർന്നതുകൊണ്ട് മാത്രമാണ് അവൾക്ക് 1ാം സ്ഥാനം നഷ്ടമായത്. വണ്ടി മദാമക്കുളത്തിനടുത്തുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ചിലപ്പോൾ അവൾ അമ്മയാണ്, ചിലപ്പോൾ കാമുകി, മറ്റു ചിലപ്പോൾ സഹോദരി. അവളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കാളിച്ചരണിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. പോകണ്ടേ? രാവിലെ 10 മണിക്കാണ് ഫ്ലാഗ് ഓഫ്. മോനി ഓർമ്മിപ്പിച്ചു. പോയേക്കാം. പാറയിൽ കിടന്ന് ഞരങ്ങുന്നവരെ ഒന്നുകൂടി നോക്കിയിട്ട് കാളിച്ചരനും മണിക്കുട്ടനും മോനിയോടൊപ്പം ജീപ്പിനടുത്തേക്ക് നടന്നു. കോളാർ. നേരം പുലരുകയാണ്. ലങ്കേഷ് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല.
കണ്ണീർ വറ്റിയതുപോലെ തറയിൽ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുകയാണ് അയാളുടെ ഭാര്യ ബസന്തി. തുറന്ന കണ്ണുകൾ നിശ്ചലം എവിടെയോ തറഞ്ഞു നിൽക്കുന്നതുപോലെ. കുട്ടികൾ രണ്ടും അവളുടെ മടിയിലേക്ക് തലവെച്ച് തളർന്നു കിടക്കുന്നു. നീ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല ബസന്തി. നേരം വെളുക്കുമ്പോൾ ഖനിയിൽ അന്വേഷണം ഊർജിതമാകും. ലങ്കേഷിനെ അവർ കൊണ്ടുവരും. വനജ അവളുടെ തോളിൽ തട്ടി. കിടുങ്ങിയതുപോലെ ബസന്തി വനജയ്ക്ക് നേരെ തിരിഞ്ഞു. ചുണ്ടുകൾ വല്ലാതെ വിറച്ചു. ഖനിക്കുള്ളിൽ രാവും പകലും ഒരുപോലെയല്ലേ ചേച്ചി? വനജയ്ക്ക് ഉത്തരം മുട്ടി. ബസന്തിയുടെ ഒച്ച ചതഞ്ഞു. എൻ്റെ പ്രതീക്ഷ തകർന്നു ചേച്ചി. പറക്കം മുറ്റാത്ത ഈ കുഞ്ഞുങ്ങളും ഞാനും. അവളുടെ ശബ്ദം ഇടയ്ക്ക് മുറിഞ്ഞു. ലങ്കേഷ് മടങ്ങി വന്നില്ലെങ്കിൽ ഇവരെയും കൊണ്ട് ഞാനും ഖനിയിൽ ചാടിച്ചാവും. ബസന്തി. കിടുങ്ങിപ്പോയി വനജ. ആ നേരം ഖനിക്കുള്ളിൽ ലങ്കേഷ് മാത്രമല്ല, മറ്റു 2 പേർ കൂടി അയാൾക്കൊപ്പമുണ്ടായിരുന്നു. ജാവേദും മാധവനും. വൈകിട്ട് പണി നിർത്തിയപ്പോൾ മൂവരും ഒന്നിച്ചാണ് കുറച്ചകലെ കിടന്ന ട്രോളിക്കരികിലേക്ക് നടന്നത്. ജാവേദും മാധവനും ചെന്ന് ട്രോളിയിൽ കയറി. ലങ്കേഷ് ഇത്തിരി പിന്നിലായി പോയി. ഒന്ന് വേഗം വാടാ, ജാവേദ് വിളിച്ചു. ട്രോളിയിൽ വേറെ 4-5 പേർ കൂടിയുണ്ട്. ലങ്കേഷും ട്രോളിയുമായുള്ള അകലം ഏതാണ്ട് 15 അടി മാത്രം. പെട്ടെന്ന് ശക്തമായ ഒരിരമ്പൽ. ഒപ്പം ഭൂമിയൊന്നു വിറച്ചു. അടുത്ത നിമിഷം മേൽത്തട്ടിൽ നിന്ന് ഒരു കൂറ്റൻ പാറയും മണ്ണുമടക്കം താഴേക്ക് പതിച്ചു. ട്രോളിയുടെ മുകളിലേക്ക്. അതിനുള്ളിലായിരുന്നവർക്ക് ഒന്ന് നിലവിളിക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല. ലങ്കേഷ് പിന്നോട്ട് ചാടി. ഒരു വിലാപത്തോടെ. മുന്നിൽ തുരങ്കവും ട്രോളിയും അടക്കം മൂടപ്പെട്ടിരുന്നു. ലങ്കേഷ് ഭീതിയോടെ തിരിഞ്ഞോടി. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരികെ വന്നു. മുന്നിൽ ഒരു തുരങ്കമുണ്ടായിരുന്നു എന്ന് തോന്നുക പോലും ചെയ്യാത്ത വിധത്തിൽ അടയപ്പെട്ടിരിക്കുന്നു. കുടുങ്ങി എന്നയാൾക്ക് ബോധ്യമായി. കുപ്പിക്കുള്ളിൽ അകപ്പെട്ടു പോയ ഈച്ചയെപ്പോലെ. ഭാഗ്യമോ നിർഭാഗ്യമോ വൈദ്യുതി ബന്ധം വേർപെട്ടിട്ടില്ല. ലങ്കേഷ് ഭയന്നു വിറച്ചു. ഏറ്റവും താഴത്തെ സ്റ്റേജിലായിരുന്നു അയാൾ. തുരങ്കം മൂടപ്പെട്ട നിലയ്ക്ക് ക്രമേണ ശ്വസിക്കാനുള്ള വായു ഇല്ലാതായേക്കും. നിൽക്കുന്നിടത്ത് വെള്ളം പൊടിച്ച് തുടങ്ങിയിരിക്കുന്നത് അയാൾ ഭീതിയോടെ കണ്ടു. ഒരു പരിധിയാകുമ്പോൾ സാധാരണ പമ്പ് ചെയ്ത് നീക്കാറുള്ളതാണ്. റേഞ്ച് ഉണ്ടാവില്ലെന്ന് അറിയാമെങ്കിലും അയാൾ വെറുതെ സെൽഫോൺ എടുത്ത് ഗാങ്മാനെ വിളിച്ചു നോക്കി. ഭൂമിക്കുള്ളിൽ 2000-ഓളം അടി താഴെ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നിമിഷങ്ങൾ. താൻ കൂടി ട്രോളിയിൽ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നെന്ന് അയാൾ ആഗ്രഹിച്ചു. പൊടുന്നനെ ലങ്കേഷിൻ്റെ മനസ്സിലേക്ക് ബസന്തിയുടെയും മക്കളുടെയും രൂപങ്ങൾ വന്നു. അയാളുടെ നെഞ്ചിലെ നെരിപ്പോട് ആളിക്കത്തി. തന്നെ കാണാതെ തൻ്റെ പ്രിയപ്പെട്ടവർ. പാദം മുങ്ങത്തക്ക വിധത്തിൽ തുരങ്കത്തിൽ വെള്ളമായി. അടർന്നു വീണ പാറ നീക്കി തന്നെ രക്ഷിക്കാൻ ആരും വരില്ല. കൂടെ ജോലി ചെയ്തിട്ടുള്ള എത്ര പേർ ഇന്നും ഈ മണ്ണിനടിയിലുണ്ട്. ഭ്രാന്ത് പിടിച്ചതുപോലെ ലങ്കേഷ് തുരങ്കത്തിലൂടെ അങ്ങിങ്ങോടി. പാറകളിൽ വെട്ടിത്തിളങ്ങുന്ന സ്വർണം കണ്ട് അയാൾ അലറി. മനുഷ്യനെ ആർത്തി പിടിപ്പിക്കാനുണ്ടായ ലോഹമേ. അയാൾ പാറയിൽ കാറിത്തുപ്പി. 1 ഗ്രാം സ്വർണം എടുത്താൽ പിടികൂടാനും ശിക്ഷിക്കാനും കാത്തു നിൽക്കുന്ന പട്ടികൾ എവിടാടാ? ദേ, ഞാനിത് മൊത്തം എടുക്കാൻ പോവുക. തന്തയ്ക്ക് പിറന്നോന്മാരുണ്ടെങ്കിൽ വന്നു പിടിക്കടാ. അയാളുടെ ശബ്ദം ഭീതിതമായി തുരങ്കത്തിൽ മുഴങ്ങി. വെള്ളം കൂടുകയാണ്. ഇപ്പോൾ മുട്ടോളമായി, അരയോളമായി. വൈദ്യുത വെളിച്ചം വീഴുന്ന ജലത്തിൽ മഞ്ഞപ്പാമ്പുകൾ പോലെ സ്വർണം പ്രതിഫലിച്ചു. ലങ്കേഷ് ആർത്തിയോടെ കുറെ വെള്ളം കൈക്കുമ്പിളിൽ കോരിക്കുടിച്ചു. സമയം കടന്നുപോയി. വെള്ളത്തിലൂടെ നീന്തിച്ചെന്ന് അയാൾ ഇടിഞ്ഞു വീണ പാറയിൽ തള്ളി നോക്കി. വെള്ളം ഇപ്പോൾ നെഞ്ചോളമായി. കയറി നിൽക്കാൻ ഇടമില്ല. ഉയർന്ന പാറകളില്ല. തുരങ്കത്തിലേക്ക് തള്ളി നിൽക്കുന്ന പാറകളിൽ കയറാനുമാവില്ല. സർവശക്തിയും സമാഹരിച്ച് ലങ്കേഷ് തുരങ്കത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് നീന്തി. താൻ ഭൂമിയുടെ ഉള്ളറയിലാണെന്ന യാഥാർത്ഥ്യം അയാളെ നടുക്കി. വെള്ളം വീണ്ടും ഉയർന്നു. ഇപ്പോൾ ജലപ്പരപ്പിനു മീതെ തലയുയർത്താൻ പറ്റാത്ത അവസ്ഥ. ഉയർത്തിയാൽ പാറയിൽ മുഖമിടിക്കും. ഇത്തിരി നേരം ജലനിരപ്പിൽ മലർന്നു കിടന്നു. മുകൾ തട്ടുമായി 2 ഇഞ്ചോളം അകലം മാത്രം. ഉള്ള പ്രാണവായു അയാൾ വലിച്ചെടുത്തു. പെട്ടെന്ന് വൈദ്യുതി ബന്ധം നിലച്ചു. സർവത്ര ഇരുട്ട്. താനൊരു വലിയ പൈപ്പിനുള്ളിലാണെന്ന് ലങ്കേഷിന് തോന്നി. ബസന്തി, മക്കളെ, അയാൾ അലറി വിളിച്ചു. അപ്പോഴേക്കും വായിൽ വെള്ളം കയറി. ഇനി നീങ്ങാൻ 1 ഇഞ്ച് സ്ഥലമില്ല. അയാൾ പുളഞ്ഞു. കൈകാലുകൾ കുഴഞ്ഞു. ഒരു വട്ടം കൂടി ശ്വാസമെടുക്കാനുള്ള ലങ്കേഷിൻ്റെ ആഗ്രഹം നടന്നില്ല. നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന വായു വീർത്തു വരുന്നതുപോലെ. വേവലാതിയോടെ വായ തുറന്നപ്പോൾ അവിടേക്ക് വെള്ളം കയറി. ഒരു ചീങ്കണ്ണിയെപ്പോലെ അയാൾ വെട്ടിപ്പൊളിഞ്ഞു. ജീവന്റെ അവസാന കണികയും വേർപെട്ട് ലങ്കേഷ് ജലത്തിലേക്ക് താണു. കോടാനുകോടി വിലയുള്ള ഒരു ശവക്കുഴിയിലേക്ക്. ഇടുക്കി, കുട്ടിക്കാനം. രാവിലെ 8 മണി. കീവാലി ലോഡ്ജിലായിരുന്നു കാളിചരണും മണിക്കുട്ടനും. ആരോ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് കാളി ഉണർന്നത്. അവൻ തല തിരിച്ചു നോക്കി. മണിക്കുട്ടൻ തലവഴി മൂടിപ്പൊതിച്ച് കിടക്കുകയാണ്. എടാ എടാ പോത്തെ, കാളി വിളിച്ചു. പുതപ്പിനുള്ളിൽ നിന്ന് ഒരു മൂളൽ മാത്രം. പോയി വാതിൽ തുറന്നു നോക്കടാ. അണ്ണൻ ചെല്ല്.
കാൽ നീട്ടി ഒറ്റ ചവിട്ടായിരുന്നു കാളി. അയ്യോ! നിലവിളിച്ചുകൊണ്ട് മണിക്കുട്ടൻ ഉരുണ്ട് തറയിൽ വീണു. എന്നാ പണിയാ അണ്ണാ ഇത്? അപ്പോൾ വീണ്ടും വാതിലിൽ മുട്ടുകേട്ടു. എന്തോ പിറുപിറുത്തുകൊണ്ട് മണിക്കുട്ടൻ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് സ്പോൺസറുടെ മാനേജറായിരുന്നു. നിങ്ങളെ എണീറ്റിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് വന്നതാ, അയാൾ പറഞ്ഞു. മാനേജർ സാർ വിട്ടോ? എഴുന്നേൽക്കാതെ തന്നെ കാളി അറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളങ്ങെത്തും. മാനേജർ തിരിച്ചുപോയി. ജനാല ചില്ലുകളിൽ മഞ്ഞ് പറ്റിയിരിക്കുന്നത് കാളി കണ്ടു. അടുത്ത നിമിഷം അവൻ്റെ സെൽഫോൺ ഇരമ്പി. കോപ്പ്. അനിഷ്ടത്തോടെ അവൻ അതെടുത്തു. മിസ്റ്റർ കാളിച്ചരൺ. അപ്പുറത്തുനിന്ന് മലയാളിയുടേതല്ലാത്ത മലയാളം കേട്ടു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. സംശയത്തോടെ അവൻ ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് നോക്കി. വിഷുജാലയുടെ നമ്പർ. ബെഡ്ഷീറ്റ് വലിച്ചു നീക്കി അവൻ എഴുന്നേറ്റിരുന്നു. അതെ, കാളിയാ. ഈ വിളിക്കുന്ന ഫോൺ ആരുടേതാണെന്നറിയാമോ? കാളിക്ക് പന്തുകേട് തോന്നി. അത് വിളിക്കുന്ന തനിക്കറിയില്ലേ? താനാരാ? അപ്പുറത്തെ ശബ്ദം കനത്തു. അതൊക്കെ വഴിയേ അറിയാം. ഈ നമ്പർ ആരുടേതാണെന്ന് പറയടാ. കാളിയുടെ മുഖത്തേക്ക് രോഷം ഇരച്ചു കയറി. അതൊക്കെ അങ്ങക്കോ കോഴിക്കോട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഭീഷണി. അത് ഏതവൻ്റേതായാലും അങ്ങോട്ട് ചെന്ന് അവനെ കാണുന്നതാ എൻ്റെ രീതി. അവൻ പല്ല് ഞെരിച്ചു. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. സഹകരിക്കാൻ ഞാൻ ആരാടാ? നിന്റെ ഭാര്യയോ? കാളിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. മണിക്കുട്ടൻ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ്. പൊടുന്നനെ അപ്പുറത്തുനിന്നും ഒരു സ്ത്രീയുടെ ചീറ്റുന്ന ശബ്ദം വന്നു. ഡേയ്, സത്യം പറഞ്ഞോ? ഇത് നിന്റെ പേരിലുള്ള സിമ്മാണെന്നും നിന്റെ വീട് എവിടെയാണെന്നും ഞങ്ങൾ സ്കെച്ച് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഈ സിം നിന്റെ കയ്യിലല്ലായിരുന്നെന്നും അറിയാം. അത് ഏതു പെണ്ണിൻ്റെ കയ്യിലായിരുന്നോ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം. അല്ലെങ്കിൽ കാളിച്ചരണിൻ്റെ ശബ്ദം കോർത്തു. കോളാറിലെ സയനൈഡ് ഹില്ലിൽ വച്ചായിരിക്കും നിന്റെയും അവളുടെയും അന്ത്യം. കോളാർ, സയനൈഡ് ഹിൽ. കാളിച്ചരണിൻ്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. തൻ്റെ അച്ഛൻ, അമ്മ, കുടുംബം, വിഷുജാല പോയിരിക്കുന്നതും അവിടേക്ക്. തിടുക്കത്തിൽ കോൾ കട്ട് ചെയ്ത് അവൻ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ്. കാളിയുടെ തലച്ചോറിൽ അപകടത്തിൻ്റെ കടന്നൽ കൂട് ഇളകി. അപ്പോൾ റോബർട്ട്സൺ പേട്ടിൽ. തിമ്മക്ക കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി പല്ല് ഞെരിച്ചു. റാസ്കൽ, ഞാൻ ആരാണെന്ന് അവനറിയില്ല. തിമ്മക്ക തിരിഞ്ഞ് പി.എ. കട്ടാരി പാണ്ഡിനെയും തൻ്റെ മക്കളെയും നോക്കി. എല്ലാവരും വലിഞ്ഞു മുറുകിയ ഭാവത്തിൽ നിൽക്കുകയാണ്. തിമ്മക്കയുടെ കടപ്പല്ലുകൾക്കിടയിൽ വാക്കുകൾ ചതഞ്ഞു. ഈ നിമിഷം പുറപ്പെടണം കേരളത്തിലേക്ക്. ബൈ റോഡ്. കാളിച്ചരൺ. അവൻ എത്ര വലിയ കൊമ്പനാണെങ്കിലും നാളെ സന്ധ്യയ്ക്ക് മുമ്പുണ്ടാവണം എൻ്റെ മുന്നിൽ. അതൊരു കൽപ്പനയായിരുന്നു. അധ്യായം 8. നിശ്ചലമായിരുന്ന പ്രകൃതിയിൽ പെട്ടെന്നൊരു ചുഴലക്കാറ്റ് രൂപം കൊണ്ട അവസ്ഥയിലായി തിമ്മക്കയുടെ ബംഗ്ലാവ്. പി.എ. കട്ടാരി പാണ്ഡ്യൻ അടുത്ത നിമിഷം ഗാർഡുകൾക്ക് നിർദ്ദേശം നൽകി. നിങ്ങളിൽ 10 പേർ, ഒപ്പം ഞാനുമുണ്ട്. 2 ബൊലീറോകളിലായി 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പുറപ്പെടും കേരളത്തിലേക്ക്. ഗാർഡുകൾ തിടുക്കത്തിൽ സന്നാഹങ്ങൾ ഒരുക്കി. അമ്മേ, ഇവരുടെ കൂടെ ഞാനും കൂടി പോകട്ടെ. എനിക്കും അവനെ, ആ കാളിച്ചരനെ കാണാൻ തിടുക്കമായി. വസന്തരാജ് അസ്വസ്ഥതയോടെ കൈവിരലുകൾ കോർത്ത് തലയ്ക്ക് പിന്നിൽ അമർത്തി. മരക്കൊമ്പ് ഒടിയുന്നതുപോലെ ഞൊട്ടകൾ കേട്ടു. തിമ്മക്ക വെട്ടിത്തിരിഞ്ഞു. അതു വേണ്ട. എങ്കിൽ ഞാൻ. ചൗടയ്യ മുന്നോട്ട് വന്നു. പക്ഷേ സമ്മതിച്ചില്ല. തിമ്മക്ക, നിങ്ങൾ 3 പേരും പോകണ്ട. ഇവിടെ തന്നെ നിങ്ങളുണ്ടാവണം എൻ്റെ മുന്നിൽ. അവർ തിരിച്ചു വരും മുൻപ് എനിക്കിവിടെ ചില പണികൾ പൂർത്തിയാക്കാനുണ്ട്. കട്ടാരി പാണ്ഡ്യൻ ആ നേരത്തിനുള്ളിൽ കമ്പ്യൂട്ടർ എടുത്ത് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തു. കേരളം, ചിറ്റാർ. അയാളുടെ പല്ലുകൾക്കിടയിൽ ആ വാക്കുകൾ ചതഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾക്ക് തേടിയ വിവരം കിട്ടി. അമ്മ, 2 വഴികളുണ്ട് ചിറ്റാറിലേക്ക്. 1 വാളയാർ, പാലക്കാട്, തൃശൂർ, ചെങ്ങന്നൂർ, പത്തനംതിട്ട വഴി 650 കിലോമീറ്റർ. 2 തേനി, കുമളി, എരുമേലി വഴി 625 കിലോമീറ്റർ. ഇതിൽ ഏതു വഴി പോകണം? തിമ്മക്ക ഹാളിലൂടെ 2 ചാൽ നടന്നു. പിന്നെ പെട്ടെന്ന് നിന്നു. തേനി വഴി പോകുന്നതാ നല്ലത്. കുമളി വരെ നല്ല റോഡാണല്ലോ. പാലക്കാട് വഴി പോയാൽ വൈകിയേക്കും. റോഡ് കേരളത്തിൻ്റെതല്ലേ? അപ്പോഴേക്കും ഗാർഡുകൾ സർവ്വസന്നാഹങ്ങളുമായി എത്തി. പുട്ടുരാജ് അവർക്ക് നിർദ്ദേശം നൽകി. ഒരിക്കൽ പോലും നിങ്ങളെ ആർക്കും സംശയം തോന്നരുത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ആയുധങ്ങൾ പുറത്തെടുക്കാവൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? അവർ തലയാട്ടി. പിന്നെ തിമ്മക്ക ബാക്കി പറഞ്ഞു. കേരള പോലീസ് മിടുക്കന്മാരാ. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ എവിടെ നിന്നാണ് ചെല്ലുന്നതെന്ന് യാതൊരു കാരണവശാലും അവരറിയാൻ ഇടവരരുത്. കേരളത്തിലിപ്പോൾ അയ്യപ്പ സീസണാ. അയ്യപ്പന്മാരുടെ വേഷമാവും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം, പ്രത്യേകിച്ചും ചെക്ക് പോസ്റ്റുകൾ കടക്കാൻ. ചൗടയെയും പറഞ്ഞു. മനസ്സിലായ മട്ടിൽ കട്ടാരി പാണ്ഡ്യൻ തലയാട്ടി. 1/2 മിനിറ്റിനുള്ളിൽ ചതുര ബംഗ്ലാവിന് മുന്നിൽ നിന്നും 2 ബൊലീറോ ജീപ്പുകൾ പാഞ്ഞുപോയി. തിമ്മക്കയുടെ ചുണ്ടുകൾ സർപ്പത്തിൻ്റേതുപോലെ കൂർത്തു.
അവിടെ ഒരു പേര് അമർന്നു. കാളിചരൺ. കുട്ടിക്കാനം. ഹോട്ടൽ ടീ വാലി. കോളാറിൽ നിന്ന് വന്ന ദുരൂഹമായ കോൾ കാളിചരണിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അടുത്ത നിമിഷം അച്ഛൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അവനിൽ ആശങ്കയുണർത്തി. താൻ വാങ്ങിക്കൊടുത്ത ഫോണും തൻ്റെ പേരിലെടുത്ത സിം കാർഡുമാണ് വിഷുജാലിയുടെ കയ്യിലുണ്ടായിരുന്നതെന്നും അവൻ ഓർത്തു. കാളിചരണിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുകയായിരുന്നു മണിക്കുട്ടൻ. എന്താ അണ്ണ? അവനും അപകടത്തിൻ്റെ ചൂരടിച്ചു കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ കാളി കാര്യം പറഞ്ഞു. മണിക്കുട്ടൻ നെറ്റിച്ചുളിച്ചു. വിഷുജാലയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന ഉറപ്പാ അണ്ണ. അച്ഛൻ്റെ നമ്പർ കിട്ടുന്നില്ലെങ്കിൽ അവിടുത്തെ മറ്റാരെയെങ്കിലും വിളിച്ചു നോക്കിയേ. മറ്റാരുടെയും നമ്പർ എനിക്കറിയത്തില്ല മണി. കാളിയുടെ ശബ്ദം പതറി. എങ്കിൽ മണിക്കുട്ടൻ നിർദ്ദേശിച്ചു, ഇന്നത്തെ റേസിംഗ് കഴിഞ്ഞാലുടൻ നമ്മൾ അവിടേക്ക് പുറപ്പെടുന്നു. എന്താ? അത് തന്നെയാണ് കാളിചരണം തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം മറ്റൊന്നും ചിന്തിക്കാതെ അവർ റേസിങ്ങിന് തയ്യാറായി. റേസിങ്ങിൻ്റെ ആദ്യത്തെ 2 സ്റ്റേജുകളായ ഫോറസ്റ്റും ഡാം സൈഡും കഴിഞ്ഞുള്ള റോക്ക് സ്റ്റേജ് എന്ന ഫൈനൽ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 22 വാഹനങ്ങൾ. എല്ലാം മഹേന്ദ്രയുടെ ജീപ്പുകൾ. ഹൈസ്പീഡ്, മഹേന്ദ്ര ഥാർ, 540, ജിപ്സി, സ്കോർപിയോ, ബൊലീറോ. കുവൈറ്റ് ഓയിൽ കമ്പനിയാണ് കാളിചരണിൻ്റെ സ്പോൺസർ. അവൻ ഉപയോഗിക്കുന്നത് ജിപ്സിയും. ചെക്കിങ്ങും ടെസ്റ്റിങ്ങുമൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞു. ജീൻസും ബനിയനും അതിനു മുകളിൽ ഒരു ജാക്കറ്റുമാണ് കാളിയുടെയും മണിക്കുട്ടൻ്റെയും വേഷം. ജാക്കറ്റിൽ കുവൈറ്റിൻ്റെ എംബ്ലം പതിച്ചിരിക്കുന്നു. കാളിചരണും മണിക്കുട്ടനും ജിപ്സിയിൽ കുട്ടിക്കാനത്തെത്തുമ്പോൾ റേസിങ്ങിനുള്ള വാഹനങ്ങൾ മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൻ്റെ ഇടതുവശത്ത് നിരനിരയായി കിടക്കുകയാണ്. അവിടെ അപ്പോഴും മഞ്ഞുണ്ടായിരുന്നു. അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിനെത്തിയവർ തങ്ങളുടെ വാഹനങ്ങൾക്കരികിലുണ്ട്. റേസിംഗ് നടക്കുന്നതറിഞ്ഞ് ധാരാളം പേർ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. അവിടെ നിന്ന് 14 കിലോമീറ്റർ അകലെയുള്ള തവളപ്പാറയിലേക്കും തിരിച്ച് ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ഗ്രൗണ്ട് വരെയുമാണ് ഡ്രൈവിംഗ്. അണ്ണാ, മണിക്കുട്ടൻ അവനെ ഒന്ന് തോണ്ടി. കാളി തിരിഞ്ഞു. മണിക്കുട്ടൻ മുന്നിലേക്ക് കണ്ണുകൊണ്ട് ഒരടയാളം കാട്ടി. കാളി കണ്ടു. ഹൈസ്പീഡ് ജീപ്പിൽ ചാരി നിൽക്കുന്നു വിൻസെൻ്റ് അലിമോവോയും സഹോദരന്മാരും. അവനെ തന്നെ ശ്രദ്ധിച്ച് പകയോടെ നിൽക്കുകയായിരുന്നു അവർ. ഞാനിപ്പം വരാമെടാ. വണ്ടി ഒതുക്കിയിട്ടിട്ട് കാളിചരൺ അവർക്ക് നേരെ നടന്നു. ഭാരം കയറ്റിയ ലോറികൾ ഇറക്കമിറങ്ങിക്കൊണ്ടിരുന്നു. ക്ലച്ച് കരിയുന്നതിൻ്റെ ഗന്ധം. കോട്ടയത്തു നിന്ന് കുമളിക്ക് പോകുന്ന ഒരു കൊണ്ടോടി ബസ് ചീറിപ്പാഞ്ഞു പോയി. ഗുഡ് മോർണിംഗ്. വിൻസെൻ്റ് അലിമാവോയുടെ മുന്നിൽ ചെന്ന് നിന്ന് നേർത്ത പുഞ്ചിരിയോടെ കാളി കൈനീട്ടി. അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വിൻസെൻ്റ് ആ കരം കവർന്നു. മോർണിംഗ്. അനുജന്മാർ കൂടി കേൾക്കെ കാളി തിരക്കി. ഇന്നലെ നീ അയച്ച വിരുന്നുകാര് ഇവിടൊക്കെയുണ്ടോ? അത് തിരിച്ചുപോയോടാ? വിൻസെൻ്റ് പല്ല് ഞെരിച്ചു. എടാ. അനുജന്മാർ മുന്നോട്ട് കുതിക്കാനാഞ്ഞു. വിൻസെൻ്റ് അവരെ തടഞ്ഞു. പിന്നെ കാളിയോട് പറഞ്ഞു, അങ്ങനങ്ങ് പോകാൻ പറ്റുമോടാ? ഒരു കളി തുടങ്ങിയാൽ ഫൈനൽ വിസിൽ വരെ കളിക്കണ്ടേ? പിന്നെ ഇന്ന് നിനക്ക് ചാമ്പ്യനാകാൻ കഴിഞ്ഞാൽ അതോടെ ഞാൻ ഈ പണി നിർത്തും. അതെൻ്റെ തീരുമാനമാ. കാളി പുഞ്ചിരിച്ചു. അതാ നിനക്ക് നല്ലത്. പാതി തുണിയുടുത്ത പെണ്ണുങ്ങളുടെ കൂടെ ഗോവയിലെ ബീച്ചിലും പാർലറുകളിലും കുടിച്ചു കൂത്താടി ഡാൻസും കളിച്ച് നടക്കുന്നത് തന്നെയാ നിനക്കും നിൻ്റെ ഈ അനുജന്മാർക്കും നല്ലത്. കാളി. വിൻസെൻ്റിൻ്റെ അനുജൻ ജാക്സൺ അലിമാവോ മുറുമുറുത്തു. പോകുന്നതിന് മുൻപ് നിന്നെ ഞങ്ങൾ നേരിൽ കാണുന്നുണ്ട്. ഒരു വട്ടം കൂടി. നിന്റെ അസ്ഥികൾ സ്റ്റീലാണോ അതോ യഥാർത്ഥമാണോ എന്നറിയാൻ. പിന്നെ അത് വേണമല്ലോ. അങ്ങനെ ഒരവസരത്തിന് ഞാനും കാത്തിരിക്കുകയാടാ. സ്പോൺസറുടെ മാനേജർ തൻ്റെ ജിപ്സിക്കരിയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു നടന്നു. പൊടുന്നനെ അവൻ്റെ കണ്ണുകൾ ധാർ ജീപ്പിൽ ഉടക്കി. വാസുകിയുടെ ജീപ്പ്. പക്ഷെ അവളെ അതിൽ കണ്ടില്ല. അടുത്ത നിമിഷം അതിനരികിൽ ഒരു ഹോണ്ട ആക്റ്റീവ വന്നു നിന്നു. അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ചാടിയത് ഒരു പട്ടിയാണ്. ബ്രീഡ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പട്ടി. ഏകദേശം ഒരു വേട്ടപ്പട്ടിയുടെ രൂപം. നീണ്ടു മെല്ലിച്ച ശരീരമാണെങ്കിലും അത് ദൃഢമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നീണ്ട പാലും പായൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ രോമങ്ങളും, ഇളം ചുവപ്പിൽ കടുവയുടേതുപോലുള്ള വരകൾ, കറുത്ത മുഖം, കഴുത്തിൽ ഒരു വെള്ളിച്ചങ്ങലയുണ്ട്. ചീറ്റ. കാൽ നീട്ടി ആക്റ്റീവ സ്റ്റാൻഡിൽ വയ്ക്കുന്നതിനിടയിൽ അതിലിരുന്ന യുവതി വിളിച്ചു. നായ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. വാലാട്ടി. അവൾ ഇറങ്ങി. ഇറുകിയ ആഷ് കളർ ജീൻസും വെള്ള ടീഷർട്ടും അതിനു മീതെ ഒരു ഹാൻഡ്ലെസ് കോട്ടുമാണ് വേഷം. ഹെൽമെറ്റ് ഊരിക്കൊണ്ട് അവൾ ഒന്ന് തലകുടഞ്ഞു. സ്ട്രെയിറ്റ് ചെയ്ത അവളുടെ 1.5 അടി നീളമുള്ള ചെമ്പൻ മുടിയിഴകൾ നൂൽപ്പാമ്പുകളെപ്പോലെ ഒന്നിളകി. റോഡിൽ നിന്നിരുന്നവരൊക്കെ അവളെ കൊതിയോടെ നോക്കി. 5.5 അടി പൊക്കമുള്ള വെളുത്തുമെലിഞ്ഞ സുന്ദരിയായ യുവതി.
ചുണ്ടിൽ കടുനിറത്തിലുള്ള ലിപ്സ്റ്റിക്, വിടർന്ന നീലക്കണ്ണുകൾ, ത്രെഡ് ചെയ്ത പുരികങ്ങൾ, കഴുത്തിൽ നീലക്കല്ലുള്ള ഒരു ഈർക്കിൽ ചെയിൻ, കാതുകളിലും നീലക്കല്ലുള്ള ചെറിയ കമ്മലുകൾ. വാസുകി, കാളിചരണിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. പിന്നെ സന്തോഷത്തോടെ അവൻ വിളിച്ചു, എടി ചീത്തപ്പാമ്പേ. മുടി മാടിയൊതുക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു. നീലക്കണ്ണുകളിൽ സൂര്യപ്രഭ തിളങ്ങി. എടാ കാളി. അവൾ ചിരിച്ചപ്പോൾ മുല്ലമുട്ടുകൾ പോലെയുള്ള പല്ലുകൾ തെളിഞ്ഞു. നീ എന്താടാ എന്നെ വിളിച്ചത്? ചീത്തപ്പാമ്പേന്ന് അവൻ വിശദീകരിച്ചു. ചീത്തേന്നുള്ളത് നിന്റെ ഈ ഉണക്കപ്പട്ടിയുടെ പേര്. പാമ്പ് നീയും. വാസുകി എന്നത് ഒരു പാമ്പിൻ്റെ പേരല്ലേ? അവൾക്ക് ചിരി വന്നു. എങ്കിലും അവൾ അതൊളിപ്പിച്ചു. പാമ്പിൻ്റെ സ്വഭാവവും എനിക്കുണ്ട്. ഒന്നങ്ങോട്ട് ഇട്ടു തരട്ടെ? അവൾ കോട്ടിൻ്റെ പോക്കറ്റുകളിൽ കൈ കടത്തി സ്റ്റൈലിൽ നിന്നു. ചീറ്റ എന്ന് പറഞ്ഞാൽ ചീറ്റപ്പുലി എന്നാടാ കഴുതേ അർത്ഥം. നീ പറഞ്ഞ എൻ്റെ ഈ ഉണക്കപ്പട്ടിയുടെ ശൗര്യം നിനക്ക് കാണണോ? വേണ്ടായേ. അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളുടെ ഇറുകിയ ടീഷർട്ടിൻ്റെ നെഞ്ചിലേക്കൊന്ന് പാളി. വഷളൻ. അവൾ കോട്ട് വലിച്ചടിപ്പിച്ചു. അതുപോട്ടെ, ഇന്നലെ തവളപ്പാറയിൽ ആക്ഷൻ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞല്ലോ. അവളുടെ കണ്ണുകൾ ഇടുങ്ങി. കാളിചരൺ ദീർഘശ്വാസം വിട്ടു. ഇടയ്ക്കൊക്കെ അതില്ലെങ്കിൽ ഒരു ത്രില്ലുണ്ടാകുമോ? വാസുകി പെട്ടെന്ന് ഗൗരവത്തിലായി. കാളി, നീ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം ഹൈദരാബാദിലെ റേസിംഗിൽ അവന്മാര് ഉന്നം വച്ചതാ നിന്നെ. അലിമാവോ ഗ്രൂപ്പ് രണ്ടും കൽപ്പിച്ച മട്ട. സാരമില്ലടി. അവൻ തിരിഞ്ഞ് വിൻസെന്റിനെ ഒന്നുകൂടി നോക്കി. നീയും ചീറ്റയും കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? കാര്യമൊക്കെ ശരിയാ. എന്നാലും അത് ശ്രദ്ധിക്കാതെ കാളി പട്ടിയെ വിളിച്ചു. ചീറ്റ. സ്നേഹമസൃണമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് നായ അവൻ്റെ അടുത്തെത്തി. പിന്നെ വാലാട്ടിക്കൊണ്ട് മുൻകാലുകൾ ഉയർത്തി അവനെ കെട്ടിപ്പിടിച്ചു. കാളിചരൺ അവൻ്റെ തലയിൽ തടവി. കാളി, സ്പോൺസറുടെ മാനേജർ വിളിച്ചു. വരുന്നു സാർ. ചീറ്റയെ വിട്ടിട്ട് അവൻ വാസുകിക്ക് നേരെ തിരിഞ്ഞു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാളിചരൺ പോക്കറ്റിൽ നിന്ന് ഗ്ലൗസുകൾ എടുത്ത് ധരിച്ചു. റേസിംഗ് കാണാൻ കുട്ടിക്കാനത്ത് പിന്നെയും ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. പോലീസിന് ജോലി കൂടി തുടങ്ങി. റേസിംഗ് ആരംഭിക്കുകയാണ്. വോളണ്ടിയേഴ്സ് വണ്ടി നമ്പറുകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇടുക്കി ജില്ലാ കളക്ടറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. വോളണ്ടിയർമാർ അതേ നിമിഷം തന്നെ ടൈ രേഖപ്പെടുത്തുകയും റേസിംഗ് പോയിന്റുകളിൽ നിൽക്കുന്നവർക്ക് വോക്കി ടോക്കിയിലൂടെ വിവരം നൽകുകയും ചെയ്തു. ആദ്യ വാഹനം കട്ടപ്പന റോഡിലൂടെ പാഞ്ഞുപോയി. ഇനി 5 മിനിറ്റ് കഴിഞ്ഞാണ് അടുത്ത വാഹനം വിടുക. കാളിചരൺ ജിപ്സിയിൽ കയറിയിരുന്നു. മണിക്കുട്ടനും. KGF. നാഗരാജൻ ചത്ത എലിക്കുള്ളിൽ വെച്ച് കിടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാറ കഷ്ണങ്ങളും പൊടിയുമായി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇന്നാണ് ഖനിയിലെ പണികൾ അവസാനിപ്പിക്കേണ്ടതെങ്കിലും അപകടം നടന്നതിനാലും രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങും എത്താത്തതിനാലും ആരും അകത്തേക്ക് പോകാൻ ചെയർമാൻ സമ്മതിച്ചില്ല. ഇനിയും മടങ്ങിയെത്താത്ത തൊഴിലാളികളുടെ ബന്ധുക്കൾ കേജുകളുടെ ഭാഗത്ത് കാത്തിരിക്കുകയാണ്. പലരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ച മട്ടാണ്. അർദ്ധസൈനിക വിഭാഗവും പോലീസ് സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചത് 17 പേരെ മാത്രം. അതിൽ തന്നെ 4 പേർ പുറത്തു വരും മുൻപേ മരിക്കുകയും ചെയ്തു. ഹർത്താൽ സമാനമായ ഒരു അന്തരീക്ഷമായിരുന്നു കോളാറിൽ. 9 മണിയായപ്പോൾ വിശ്വജാല അപൂർവയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. കാളിചരനെ STD ബൂത്തിൽ പോയി വിളിക്കുകയാണ് ലക്ഷ്യം. സുന്ദരൻ്റെ ഓട്ടോയിലാണ് യാത്ര. റോഡിൽ തിരക്ക് തീരെയില്ലായിരുന്നു. KGFൽ നിന്ന് കാമസമുദ്രയിലേക്ക് പോകുന്ന ഭാരതി ബസ് ഓട്ടോയെ കടന്ന് പാഞ്ഞുപോയി. BEML നഗറിലാണ് അവരെത്തിയത്. അത് നോക്ക് ചേച്ചി. അപൂർവ കൈ ചൂണ്ടി. വിശ്വജാല അവിടേക്ക് തിരിഞ്ഞു. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നെഴുതിയ കമാനത്തിനപ്പുറത്ത് 2 നില കെട്ടിടത്തിന് മുകളിൽ ഒരു ബുൾഡോസർ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വികസിച്ചു. ഡിഫൻസിനുള്ള ബുൾഡോസറുകളും JCBകളും റെയിലുകളും മറ്റും ഉണ്ടാക്കുന്ന ഫാക്ടറിയാ ഇത്. അപൂർവ വ്യക്തമാക്കി. വിശ്വജാല പിന്നെയും അവിടേക്ക് തന്നെ തിരിഞ്ഞു. അവൾ ഇത്തരമൊരു ഫാക്ടറി കാണുന്നത് ആദ്യമാണ്. ഓട്ടോ അല്പം കൂടി മുന്നോട്ട് പോയി. അവിടെയൊരു ബൂത്ത് കണ്ടു. ഇവിടെ നിർത്ത് സുന്ദര, വിശ്വജാല പറഞ്ഞു. ഓട്ടോ നിന്നു. അവർ ഇറങ്ങുമ്പോൾ അപ്പുറത്തു നിന്ന് ഒരാൾ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് വിളിച്ചു. നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഞാൻ ആ ഓട്ടം പോയിട്ട് വരാം. സുന്ദരൻ പോയി. വിശ്വജാലയും അപൂർവയും ബൂത്തിൽ കയറി. കാലുകൾ രണ്ടുമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ. ഒന്ന് ഫോൺ ചെയ്യണം, അപൂർവ കന്നഡയിൽ അവളോട് പറഞ്ഞു. പെൺകുട്ടി ക്യാബിനിലേക്ക് കൈ ചൂണ്ടി. വിശ്വജാല അങ്ങോട്ട് ചെന്നു. അവൾ കാളിചരണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് ബെൽ മുഴങ്ങി. അവളുടെ നെഞ്ചെടുപ്പേറി. മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അവനോട് പറയാൻ അവൾ വെമ്പി. അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ. കാളിചരണിൻ്റെ ശബ്ദം.
കാതിനുള്ളിൽ കുളിരു കോരുന്നത് പോലെ തോന്നി വിശുജാലയ്ക്ക്. ആരാ? അവൻ തിരക്കി. മറുപടി പറയും മുൻപ് അപ്പുറത്ത് ഒരു വാഹനത്തിൻ്റെ നീണ്ട ഹോണും ബ്രേക്ക് ഉരയുന്ന ശബ്ദവും അവൾ കേട്ടു. തുടർന്ന് ആരുടെയൊക്കെയോ നിലവിളി. എടാ! കാളിച്ചരൺ ആരോടോ അലറുന്നു. പിന്നെ ശബ്ദ കോലാഹലങ്ങൾ. ഹലോ കാളി! അവൾ പലവട്ടം വിളിച്ചു. മറുപടിയില്ല. പകരം അപ്പുറത്തെ ബഹളങ്ങൾ മാത്രം. അവൾക്ക് എന്തോ പന്തികേട് തോന്നി. ഒപ്പം ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ താഴെ വീഴുന്നത് പോലെ ഒരൊച്ച. പിന്നെ കോൾ കട്ടായി. വിശ്വജാല വീണ്ടും പലവട്ടം ശ്രമിച്ചു നോക്കി. ബീപ്പ് ശബ്ദം മാത്രം. അവൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം തിമ്മക്കയുടെ വീട്ടിൽ ഫോൺ ശബ്ദിച്ചു. അറ്റൻഡ് ചെയ്തത് പുട്ടുരാജാണ്. അവൻ്റെ കണ്ണുകളിൽ ഒരു മിന്നൽ പാഞ്ഞു. അമ്മേ! പുട്ടുരാജ് അലറി. തിമ്മക്ക പാഞ്ഞെത്തി. ഒറ്റ ശ്വാസത്തിൽ അവൻ അറിയിച്ചു. വിളിച്ചത് സൈബർ സെല്ലിൽ നിന്നാണമ്മേ. BEML-ൽ നിന്ന് ഒരാൾ കാളിച്ചരണിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നു. തിമ്മക്കയുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു. വരിൻ! അവർ പുറത്തേക്ക് കുതിച്ചു. ആൺമക്കൾ പിന്നാലെ. ചവിടയ്യ സ്റ്റാൻഡിൽ വെച്ചിരുന്ന ഒരു ബേസ്ബോൾ ബാറ്റും വലിച്ചെടുത്തു. ആസ്റ്റൺ മാർട്ടിൻ്റെ ഡോറുകൾ തിടുക്കത്തിൽ തുറന്നടഞ്ഞു. വസന്തരാജാണ് മിന്നൽ വേഗത്തിൽ കാർ പായിച്ചത്. കെന്നഡി റോഡിലുള്ള സൈബർ സെല്ലിൻ്റെ ഓഫീസിലെത്താൻ എടുത്തത് 7 മിനിറ്റ്. തിമ്മക്കയെ കണ്ടതേ ഉദ്യോഗസ്ഥർ ചാടി എഴുന്നേറ്റു. എവിടെ? എന്താണ് സംസാരിച്ചതെന്ന് കേൾക്കട്ടെ. സൈബർ സെൽ DYSP അവരെ അകത്തെ മുറിയിലേക്ക് നയിച്ചു. ഹെഡ്സെറ്റ് തിമ്മക്കയുടെ കാതുകളിലേക്ക് വച്ചുകൊണ്ട് റെക്കോർഡർ ഓൺ ചെയ്തു. തിമ്മക്കയുടെ പുരുകങ്ങൾ കൂർത്തു. വിളിച്ചത് ഒരു യുവതിയാണെന്ന് മനസ്സിലായി. കൂടുതൽ സംഭാഷണങ്ങളോ അവളുടെ പേരോ ഇല്ല. പക്ഷെ ഒന്നുറപ്പ്, സയനൈഡ് ഹില്ലിൽ തങ്കത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന യുവതി തന്നെയാണത്. അവൾ ഇവിടെ തന്നെയുണ്ട്, തൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയോ. തിമ്മക്കയുടെ ഉടൽ പുകഞ്ഞു. ഞരമ്പുകളിൽ ചോര കുതിച്ചു പാഞ്ഞു. ഏതു ബൂത്തിൽ നിന്നാണ് വിളിച്ചത്? ഹെഡ്സെറ്റ് മാറ്റിക്കൊണ്ട് തിമ്മക്ക DYSPക്ക് നേരെ തിരിഞ്ഞു. അയാൾ സ്ഥലം പറഞ്ഞു. ആസ്റ്റൺ മാർട്ടിൻ തിമ്മക്കയും മക്കളുമായി തിരികെ പാഞ്ഞു. ഇരച്ചുവന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ടു. ബൂത്തിനു മുന്നിൽ നിന്നപ്പോൾ പെൺകുട്ടി ഗ്ലാസ് ഡോറിലൂടെ നോക്കി. തിമ്മക്ക പാഞ്ഞിറങ്ങുന്നത് കണ്ടപ്പോൾ അവളുടെ ശ്വാസഗതി നിലച്ചു. കത്തുന്ന നീലജ്വാല പോലെ നീലപ്പട്ടിൽ പുതിയപ്പെട്ട തിമ്മക്ക ബൂത്തിലേക്ക് കുതിച്ചപ്പോഴേക്കും ചൗടയ്യയുടെ കയ്യിലിരുന്ന ബേസ്ബോൾ ബാറ്റ് ഗ്ലാസ് ഡോറിൽ ആഞ്ഞു പതിച്ചു. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ ഗ്ലാസ് ചിതറി. ഡോർ ചില്ലുകൾ മേശപ്പുറത്തേക്കും പെൺകുട്ടിയുടെ ശരീരത്തിലേക്കും വാരിയെറിയും പോലെ വീണു. അവളുടെ തൊണ്ടക്കുഴിയിൽ ഒരു നിലവിളി കിടന്നു പിടഞ്ഞു. അധ്യായം 9. കാലുകളില്ലാത്തതിനാൽ പെൺകുട്ടിക്ക് കസേരയിൽ നിന്ന് ചാടാൻ കഴിഞ്ഞില്ല. ചൗടയ്യ ഒരിക്കൽ കൂടി ബേസ്ബോൾ ബാറ്റ് ഉയർത്തി. ക്യാബിൻ്റെ ഡോർ തകർന്നു വീണു. അപ്പോഴേക്കും തിമ്മക്കയും അകത്തെത്തിക്കഴിഞ്ഞു. പകമുറ്റിയ കണ്ണുകളോടെ അവർ ചുറ്റും നോക്കി. ബൂത്തിൽ പെൺകുട്ടിയൊഴികെ മറ്റാരുമില്ല. ചൗടയ്യയുടെ അടുത്ത അടിക്ക് ഫോൺ ചിതറിപ്പോയി. തിമ്മക്ക ചീറി. എന്തിയടി? അല്പം മുമ്പ് ഇവിടുന്ന് ഫോൺ ചെയ്തവൾ. പണം വിരിച്ച സർപ്പത്തെപ്പോലെ അവർ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. പെൺകുട്ടി വായ തുറന്നു. എന്നാൽ ഭയം കാരണം മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ ഊമയെപ്പോലെ എന്തൊക്കെയോ ആംഗ്യം കാണിച്ചു. എടി! രോഷത്തോടെ തിമ്മക്ക കൈനീട്ടി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പിന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ ഉയർത്തുന്ന ലാഘവത്തോടെ മേശയ്ക്കപ്പുറത്തു നിന്ന് അവളെ വലിച്ചുയർത്തി പുറത്തേക്ക് ഒറ്റയേറ്. അപ്പാ! അവളിൽ നിന്ന് ഒരലർച്ച ഉയർന്നു. വെറുമൊരു പാഴ്വസ്തു പോലെ അവൾ ബൂത്തിനു മുന്നിലെ ഇളകിയ മെറ്റലുകൾക്ക് മുകളിൽ ചെന്ന് വീണു. ആളുകൾ ഓടിക്കൂടി. മുറിഞ്ഞുപോയ കാലുകൾ കൊണ്ട് തറയിൽ ചുരമാന്തി അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അത് കണ്ടുനിന്ന ജനത്തിൻ്റെ മനം പിടഞ്ഞു. പക്ഷേ അങ്ങോട്ടടുക്കാൻ എല്ലാവരും ഭയന്നു. മുന്നിൽ തിമ്മക്കയും മക്കളുമാണ്. പെൺകുട്ടിയുടെ ദയനീയമായ അവസ്ഥ തിമ്മക്കയുടെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. അവർ മുറ്റത്തേക്ക് ചാടി. മക്കൾ 3 പേരും പെൺകുട്ടിക്ക് ചുറ്റും നിരന്നു. പറയടി, ഫോൺ ചെയ്തവൾ എവിടെ? തിമ്മക്ക കാലുയർത്തി അവളെ ചവിട്ടി. അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി. അവളുടെ വായിൽ നിന്ന് അക്ഷരങ്ങൾക്കൊപ്പം ചോരത്തുള്ളികളും ചിതറി. അവർ പോയമ്മ. എങ്ങോട്ട്? തിമ്മക്ക പല്ല് ഞറുമുന്ന ശബ്ദം മറ്റുള്ളവർ കേട്ടു. അറിയത്തില്ലമ്മ. അവിടെ ഇരുന്നാൽ പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. അവളുടെ കവിളുകളിലൂടെ 2 ചാലുകൾ പൊട്ടിയൊഴുകി. എങ്ങനെയാടി അവൾ വന്നത്? ചോദ്യം വസന്തരാജിൻ്റെ വക. ഞാൻ കണ്ടില്ല സർ. ചീ! പുട്ടുരാജ് തല വെട്ടിച്ചു. അവർ എത്ര പേരുണ്ടായിരുന്നു? 2. ഇനി നിന്റെ ഈ ബൂത്തിവിടെ ഉണ്ടാവരുത്. നിർത്തിക്കോണം ഈ നിമിഷം. മനസ്സിലായോടി? തിമ്മക്ക അവൾക്ക് നേരെ കൈ ചൂണ്ടി. രോഷത്താൽ ആ വിരൽ നിന്ന് വിറച്ചു. അമ്മ. പെൺകുട്ടി എന്തോ യാചിക്കാനാഞ്ഞു. വേണ്ട, അവർ തടഞ്ഞു. എനിക്ക് വാക്കും പ്രവൃത്തിയും 1 മാത്രം. പറഞ്ഞത് കേട്ടാൽ മതി. അവർ വെട്ടിത്തിരിഞ്ഞു. പാവം കൊച്ച്.
ജനക്കൂട്ടത്തിൽ ആരോ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ട്രെയിനിന്ന് വീണപ്പം പോയതാ കാല് രണ്ടും. തന്തേം തള്ളയും ഇല്ലതാനും. ആകെയുള്ളത് ഒരു വല്യപ്പന. തിമ്മയ്ക്കയും മക്കളും ചുറ്റും നോക്കി. നിങ്ങളിൽ ആരെങ്കിലും കണ്ടോടാ ഇവിടുന്ന് 2 പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്? ആരും മിണ്ടിയില്ല. പുട്ടരാജ് മുന്നിൽ നിന്ന ഒരുവിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. ഏതാ ഈ ബൂത്തിലെ പെണ്ണ്? അയാൾ കൈ ചൂണ്ടി. ദേ ആ മനുഷ്യൻ്റെ ചെറുമകളാ. പുട്ടരാജിൻ്റെ കണ്ണുകൾ അസ്ത്രം പോലെ അവിടേക്ക് നീണ്ടു. തൊട്ടപ്പുറത്തെ സർവേ കല്ലിൽ ഇത്രയൊക്കെ ബഹളമുണ്ടായിട്ടും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഭ്രാന്തനെ പോലെ ഒരാൾ. കീറിയ പാൻസും മണ്ണും പൊടിയും പറ്റിയ ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പഞ്ഞിപോലെ നരച്ച താടിയും മുടിയും. അവ മുറിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. എടാ കിഴവ, അലറിക്കൊണ്ട് ചൗടയ്യ മുന്നോട്ട് കുതിച്ചു. ബേസ്ബോൾ ബാറ്റുകൊണ്ട് അയാൾ വയസ്സിൻ്റെ മുതുകിൽ കുത്തി. താൻ കണ്ടില്ലേടാ അവരെ? ആ മനുഷ്യൻ മെല്ലെ തിരിഞ്ഞു നോക്കി. 95-ലധികം വയസ്സ് തോന്നിക്കുന്ന മുഖം. കഴുത്തിലെ മാംസപേശികളൊക്കെ തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ആ കണ്ണുകൾ നിറം മങ്ങിയതെങ്കിലും അതിലെരിയുന്ന 2 കനൽ തുണ്ടുകളുണ്ട്. ചോദിച്ചത് കേട്ടില്ലേടാ? ചൗടയുടെ കയ്യിൽ വീണ്ടും ബാറ്റുയർന്നു. പക്ഷേ അതിനകം തിമ്മക്ക കണ്ടിരുന്നു ആ മുഖം. അവർ ഒന്ന് ഞെട്ടി. പോർച്ചെവിയൻ. ചൗട, അരുത്. ചൗടയ കാര്യം മനസ്സിലാവാതെ പകച്ചു. പോർച്ചെവിയന് പക്ഷേ യാതൊരു കുലുക്കവുമില്ലായിരുന്നു. അയാൾ ഷർട്ട് ഉയർത്തി അടിയിലെ ബെൽറ്റിൻ്റെ ഉറയിൽ നിന്ന് ഒരു സ്വർണ്ണ നാരായക്കത്തി വലിച്ചെടുത്തു. ഒപ്പം പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ കുപ്പിയും. കട്ടികൂടിയ ആ കുപ്പിയുടെ അടപ്പ് ശ്രദ്ധയോടെ തുറന്ന് അയാൾ കത്തിമുന അതിനുള്ളിലെ ദ്രാവകത്തിലൊന്നു മുക്കി. പിന്നെ കൂസലില്ലാതെ ഇരുന്നു. തിമ്മക്ക ഭീതിയോടെ 2 അടി പിന്നോട്ട് മാറി. സഹികെട്ടാൽ പോർച്ചെവിയൻ കത്തിയെറിയുമെന്ന് അവർക്കറിയാം. അയാൾക്ക് ഒരിക്കലും ലക്ഷ്യം പിഴയ്ക്കില്ല. കത്തിമുനയിൽ പുരണ്ടിരിക്കുന്നത് പൊട്ടാസ്യം സയനൈഡാണ്. ഏറുകൊള്ളുന്നവൻ പിന്നെയില്ല. ആരായാള്? വസന്തരാജ് ഒരാളോട് തിരക്കി. പോർച്ചെവിയൻ എന്ന പേര്. 10-65 വർഷം സ്വർണ്ണഖനിയിലെ തൊഴിലാളിയായിരുന്നു. അന്നുണ്ടാക്കിയത് സ്വർണത്തിൽ തീർത്ത ഈ നാരായക്കത്തി. സയനൈഡും കൂടെ കൊണ്ടു നടക്കും. അയാൾ ആരോടും മിണ്ടില്ല. ആർക്കു വേണ്ടിയാണ് കത്തി കൊണ്ടു നടക്കുന്നതെന്നും നിശ്ചയമില്ല. പക്ഷേ ആ പെങ്കൊച്ചിന് ജീവനാണ്. അതിന് നൊന്താൽ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നാരായമെറിയും, അതുറപ്പാ. പേടിയോടെയാണ് അയാൾ പറഞ്ഞത്. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തങ്ങൾ തോറ്റുപോകുന്നത് വസന്തരാജിന് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ അയാളുടെ നാരായം കൊണ്ട് ശരീരമൊന്നു പോറിയാൽ. പോർച്ചെവിയനോടുള്ള ദേഷ്യം കൂടി തിമ്മക്ക മറ്റുള്ളവരോട് കാണിച്ചു. എൻ്റെ മോനെ കൊന്നവൾ ഇവിടെ തന്നെയുണ്ട്. അവൾ ആരാണെന്ന് നിങ്ങൾ കാട്ടിത്തന്നില്ലെങ്കിൽ. അവർ വെട്ടിത്തിരിഞ്ഞു ചെന്ന് അസ്റ്റൺ മാർട്ടിനിൽ കയറി. മിന്നൽ പോലെ ആ വാഹനം പാഞ്ഞുപോയി. ഭാഗ്യം. കുറച്ചകലെ സുന്ദരൻ്റെ ഓട്ടോയിലിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു വിശ്വജാലയും അപൂർവയും. എന്തിനാ നമ്മളെ അവർ തിരക്കിയത്? അപൂർവ സന്ദേഹത്തോടെ വിശ്വജാലയെ നോക്കി. അവരുടെ മോനെ കൊന്നത് ഏതു പെണ്ണാ? ആർക്കറിയാം? മറുപടി പറഞ്ഞത് സുന്ദരനാണ്. ഏതോ ഒരു പെണ്ണ് കോളാർ തങ്കത്തിൻ്റെ കൂടെ സയനൈഡ് ഹില്ലിൽ ഉണ്ടായിരുന്നു പോലും. അവളെയാ തിമ്മക്ക തപ്പുന്നത്. അവർക്കിപ്പോൾ ഏതു പെണ്ണിനെ കണ്ടാലും സംശയമാ. വിശ്വജാല മറുപടി പറഞ്ഞില്ല. BEMLന് മുന്നിലെ വിശാലമായ ഗ്രൗണ്ടിൽ റെയിലുകൾ കയറ്റിക്കിടക്കുന്ന കൂറ്റൻ ലോറികളിലായിരുന്നു അവളുടെ കണ്ണുകൾ. അപ്പോൾ ബൂത്തിലെ കാലുകളില്ലാത്ത പെൺകുട്ടി വൃദ്ധൻ്റെ അരികിലേക്ക് ഇഴഞ്ഞു ചെന്നു. അപ്പാ. അവൾ അയാളുടെ കാലുകളിലേക്ക് തല ചായ്ച്ചു. അയാളെ തേങ്ങലോടെ അള്ളിപ്പിടിച്ചു. പോർച്ചെവിയൻ അപ്പോഴും മിണ്ടിയില്ല. നാരായക്കത്തിയും സയനൈഡ് കുപ്പിയും പഴയതുപോലെ വെച്ചിട്ട് അവളുടെ മുടിയിൽ മെല്ലെ തടവി. സുന്ദരൻ ഓട്ടോ മുന്നോട്ടെടുത്തു. അതിനിടെ പറഞ്ഞു, ആ വൃദ്ധനുണ്ടല്ലോ പോർച്ചെവിയൻ, അയാളുടെ മകനെയും മരുമകളെയും ആരോ കൊന്നതാണെന്നാ പറയുന്നത്. അന്ന് കൂടെയുണ്ടായിരുന്ന ആ പെങ്കൊച്ചിനെ പാഞ്ഞുവന്ന ട്രെയിനിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു പോലും. അങ്ങനെ അതിൻ്റെ കാലുകൾ പോയത്. ആളുകൾ പലതരത്തിലാണ് പറയുന്നത്. സത്യമെന്താണെന്ന് ആർക്കറിയാം? വിശ്വജാലയ്ക്ക് സങ്കടം വന്നു. താൻ കാരണമാണ് ഇന്ന് ആ കുട്ടി. വേറൊരു രസമുണ്ട്. സുന്ദരൻ്റെ ശബ്ദം അവളെ ഉണർത്തി. ഖനികളിലേക്ക് പോകാൻ എവിടെയൊക്കെയോ രഹസ്യമാർഗങ്ങളുണ്ട് പോലും. അതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ ഈ കോളാറിൽ പോർച്ചെവിയൻ മാത്രമാ. തീർന്നില്ല. എത്ര ദാരിദ്ര്യം വന്നാലും അയാൾ ആ സ്വർണ്ണ നാരായക്കത്തി വിൽക്കത്തുമില്ല. പോർച്ചെവിയൻ. ആ പേരിൽ തന്നെയുണ്ട് ഒരുപാട് വൈരുദ്ധ്യം, ഒരുപാട് നിഗൂഢതകളും. വിശ്വജാല ഓർത്തു. ഓട്ടോ 5 ലൈറ്റ്സിൽ അടുക്കാറായി. ഇപ്പോൾ വിശ്വജാലയുടെ ഉത്കണ്ഠ കാളിചരണനെക്കുറിച്ചായി. അവന് എന്തു പറ്റിയിരിക്കും? കുട്ടിക്കാനം. തറയിൽ വീണ് ചിതറിപ്പോയ കാളിചരണൻ്റെ സെൽഫോൺ പഴയ രൂപത്തിലാക്കുകയായിരുന്നു മണിക്കുട്ടൻ. അല്പം മുൻപ് നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് കാണാനെത്തിയതായിരുന്നു.
അച്ഛനും അമ്മയും കുട്ടിയും അടങ്ങിയ ആ കുടുംബം. കുട്ടിക്ക് 3 വയസ്സിൽ കൂടുതൽ കാണില്ല. വല്ലാത്ത തിരക്കിനിടയിലൂടെ ഒരു ടൂറിസ്റ്റ് കാർ പാഞ്ഞു വന്നത് പെട്ടെന്നാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് കുട്ടി റോഡിനു കുറുകെ ഓടിയതും അതേ നിമിഷം. പിന്നെ കണ്ടത് നടുക്കുന്ന കാഴ്ചയാണ്. ഒരു പ്ലാസ്റ്റിക് പാവ പോലെ പറന്നുവന്ന് റേസിംഗിനെത്തിയ ഏതോ ജീപ്പിന്റെ ബോണറ്റിൽ കുട്ടി അതിശക്തമായി വീഴുന്നു. പക്ഷേ കാർ നിർത്തിയില്ല. അത് മുന്നോട്ട് തന്നെ കുതിച്ചു. അത് കണ്ട് കാളിച്ചരൺ അലറി. അവൻ ജിപ്സി മുന്നോട്ടെടുത്ത് കാറിന് മുന്നിൽ കൊണ്ടുചെന്ന് കുറുകെ നിർത്തി. ജിപ്സിയിൽ നിന്ന് ചാടിയിറങ്ങിയ കാളി കാറിന്റെ ഡ്രൈവറെ വലിച്ചിറക്കി കുതിരെ തല്ലി. പിന്നാലെ ആളുകൾ പാഞ്ഞെത്തി. അവരും കാറിലുള്ളവരെ വലിച്ചിറക്കി തല്ലി. ഈ ബഹളത്തിനിടയിലാണ് കാളിച്ചരണിന്റെ ഫോൺ താഴെ വീണ് പിളർന്നത്. ശരിയായോടാ? കാളി തിരിഞ്ഞ് മണിക്കുട്ടനെ നോക്കി. അവൻ ഫോൺ ഓൺ ചെയ്ത് കാളിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആരോ തനിക്ക് ഫോൺ ചെയ്ത നേരത്താണ് ആ സംഭവമുണ്ടായതെന്ന് കാളി ഓർത്തു. അപ്പുറത്തുനിന്ന് കേട്ട ശബ്ദം വിശ്വജാലയുടേതുപോലെ. കാളിച്ചരൺ ഫോണിലെ ഇൻകമ്മിംഗ് കോൾ ലിസ്റ്റ് പരിശോധിച്ചു. ഏതോ ബൂത്തിലെ നമ്പരാണ്. അത് കർണാടകയിലേതാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. കാളി ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. പക്ഷെ അപ്പുറത്ത് ബെല്ലടിച്ചതല്ലാതെ ആരും ഫോൺ എടുത്തില്ല. സമയം കടന്നുപോയി. കുട്ടിക്കാനത്ത് നിന്ന് ജീപ്പുകൾ ഓരോന്നായി റേസിംഗിന് പോയിക്കൊണ്ടിരുന്നു. അവസാനം കാളിച്ചരണിന്റെ ഊഴമായി. അവൻ തിരിഞ്ഞ് വാസുകിയെ നോക്കി. 2 വാഹനങ്ങൾക്ക് പിന്നിലാണ് അവളുടെ ധാർ ജീപ്പ്. അവൾ വലതു കൈയുടെ തള്ളവിരൽ ഉയർത്തി അവന് ജയം നേർന്നു. കാളിച്ചരണും മണിക്കുട്ടനും സീറ്റ് ബെൽറ്റ് ധരിച്ചു. കാളിക്ക് പതിവില്ലാതെ ഒന്ന് നെഞ്ചെടുപ്പ് കൂടി. കഴിഞ്ഞ തവണ താൻ ഫിനിഷ് ചെയ്തത് 38 മിനിറ്റ് കൊണ്ടാണ്. ഇത്തവണ സമയം മെച്ചപ്പെടുത്തണം. കൊടി വീശിയതും മിന്നൽ പിണർ പോലെ കാളി ജിപ്സി മുന്നോട്ടെടുത്തു. മണിക്കുട്ടൻ കയ്യിലുള്ള സ്റ്റോപ്പ് വാച്ചിന്റെ ബട്ടൺ അമർത്തി. നിലം തൊടാത്ത വിധം ഏലപ്പാറ റോഡിലൂടെ പായുകയാണ് ജിപ്സി. റോഡിനിരുവശത്തും ആളുകളുടെ ആരവം. ചിലർ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു. ഓരോ വളവിലും സ്പോൺസർമാർ വീഡിയോ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 3/4 മിനിറ്റ് കൊണ്ട് ജിപ്സി ആഷ്ലി കവലയിലെത്തി. വന്ന വേഗത്തിൽ തന്നെ അത് ഇടത്തേക്ക് തിരിഞ്ഞു. വലതുവശത്തെ ടയറുകൾ 2ഉം തറയിൽ നിന്നുയർന്ന് ജിപ്സി ഒരു വശം ചരിഞ്ഞോടി. അടുത്ത നിമിഷം വീണ്ടും അത് നേരെയായി. ആഷ്ലി എസ്റ്റേറ്റിന് നടുവിലൂടെയാണ് ഇപ്പോൾ പായുന്നത്. തകർന്ന് താറുമാറായ റോഡ്. കാളിച്ചരൺ ആക്സിലേറ്റർ അയച്ചില്ല. അവനും മണിക്കുട്ടനും സീറ്റിൽ ഇളകി കുലുങ്ങിക്കൊണ്ടിരുന്നു. ചാഞ്ഞും ചെരിഞ്ഞും പാറകളിൽ നിന്ന് പാറകളിലേക്ക് ചാടിയുള്ള യാത്ര. കാഴ്ചക്കാർ അത് കണ്ട് നെഞ്ചത്ത് കൈവച്ചു. കയറ്റമായപ്പോൾ കാളി 4 വീൽ ഗിയർ വലിച്ചിട്ടു. ജിപ്സി വല്ലാതെ ഇരച്ചു. ഓരോ പോയിന്റിലും വോളണ്ടിയേഴ്സ് ടൈം നോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആഷ്ലി എസ്റ്റേറ്റ് പിന്നിട്ടപ്പോൾ ബൈസൺ വാലിയായി. കഷ്ടിച്ച ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന വഴി. ചാഞ്ഞുകിടന്ന കാടുകൾ ഇടയ്ക്കിടെ ജീപ്പിലുരഞ്ഞു. അവയെ വകഞ്ഞു മാറ്റിയാണ് കുതിപ്പ്. ഒരു കുന്നിൻ ചെരുവിൽ നേരത്തെ പോയ ഏതോ ജീപ്പ് തലകീഴായി മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. പക്ഷേ ശ്രദ്ധിച്ചില്ല. അതൊക്കെ ഗെയിമിനിടയിൽ പതിവാണ്. അതാ തമിഴന്മാരാ, മണിക്കുട്ടൻ പറഞ്ഞു. തേയിലച്ചെടികൾക്കിടയിൽ കാടുകളും വളർന്നിരിക്കുന്നു. വേണ്ടത്ര നോട്ടമില്ലാത്ത എസ്റ്റേറ്റ്. കുളുന്തറുക്കുന്ന സ്ത്രീകൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ജിപ്സി വനമേഖലയിലേക്ക് കിടന്നു. അത് കല്ലുകളിലൂടെ ചാടി കൊടും വളവും കുത്തിറക്കവും ഇറങ്ങി. മദാമക്കുളത്തിലേക്ക് പോകുന്ന തോടിന് മുകളിലെത്തിയപ്പോഴേക്കും വഴി വീണ്ടും ദുർഘടമായി. കുഴിയും നിരന്നും കിടക്കുന്ന പാറച്ചീളുകളും ഉരുളൻ കല്ലുകളും. തോട് നിറഞ്ഞ റോഡിലെ ഉരുളൻ കല്ലുകൾക്ക് മീതെ കൂടി 2 അടി ഉയരത്തിൽ വെള്ളം ഒഴുകുകയാണ്. ജീപ്പിന്റെ ടയറുകൾക്കിടയിൽ വെള്ളം പിളർന്നു തെറിച്ചു. ഒഴുക്കിന്റെ ശക്തിയിൽ ജീപ്പൊന്ന് കുലുങ്ങി ഉയർന്നു. അടുത്ത സെക്കൻഡിൽ അതിന്റെ മുൻചക്രം കല്ലിളകിയ കുഴിയിലേക്ക് ചാടി കുറുകെ തിരിഞ്ഞു. പിൻഭാഗം നിരങ്ങി മാറി. പണി പറ്റിയല്ലോ മണി. പിറുപിറുത്തുകൊണ്ട് കാളിച്ചരൺ സ്റ്റിയറിംഗ് വീൽ വെട്ടിത്തിരിച്ച് ടയർ നേരെയാക്കി. ആക്സിലേറ്റർ ആഞ്ഞു ഞെരിച്ചു. പാറച്ചീളുകളെയും വെള്ളത്തെയും തെറിപ്പിച്ചുകൊണ്ട് അത് കയറ്റം കയറി തുടങ്ങി. ടയർ കരിയുന്നതിൻ്റെ ഗന്ധം. ആഹ്ലാദസൂചകമായ ഒരു ശബ്ദം മണിക്കുട്ടിൽ നിന്ന് ഉയർന്നു. അണ്ണാ, കലക്കി. നമ്മൾ കഴിഞ്ഞ തവണത്തേക്കാൾ 10 മിനിറ്റെങ്കിലും നേരത്തെ എത്തും. കാളിച്ചരൺ ഒന്ന് മൂളി. അപ്പോൾ കണ്ടു, തന്നേക്കാൾ 5 മിനിറ്റ് മുൻപ് കുട്ടിക്കാനത്ത് നിന്ന് പോന്ന ബൊലീറോ തൊട്ടു മുന്നിൽ പോകുന്നതേയുള്ളൂ. അതിനെ ഓവർടേക്ക് ചെയ്യണ്ണ, മണിക്കുട്ടൻ അലറി. ഒരു പഞ്ചാബിയാണ് അതിൻ്റെ ഡ്രൈവർ. കാളി ശ്രദ്ധിച്ചു. കുന്നുകയറി ഇറക്കം തുടങ്ങിയാൽ പിന്നെ വീണ്ടും ഒറ്റ വണ്ടിക്ക് പോകാനേ വീതിയുള്ളൂ. റോഡിന് വലതുവശത്ത് കൊക്കയും മറുവശത്ത് ഭീമൻ പാറക്കെട്ടുകളുമാണ്. ബൊലീറോ ഇങ്ങനെ മുന്നിൽ പോയാൽ തൻ്റെ സമയം നഷ്ടമാകും. കാളി വീണ്ടും ആക്സിലേറ്റർ അമർത്തി. ജിപ്സി കുന്നിൻ മുകളിൽ ബൊലീറോയ്ക്ക് തൊട്ടു പിന്നിലെത്തി. 10 സെക്കൻഡിനുള്ളിൽ അപ്പുറം കടന്നില്ലെങ്കിൽ കുരുങ്ങും. അവൻ ജിപ്സി ഇടത്തേക്ക് വെട്ടിച്ചു.
അവിടുത്തെ മൺതിട്ടയും കുറ്റിക്കാടുകളും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഇടതുവശത്തുകൂടി ബൊലീറോയെ മറികടന്നു. ആളുകൾ ഓടിമാറി. സാല പഞ്ചാബി ചീത്ത വിളിച്ചു. തുമാര ബാപ്പ്. കാളി അലറി. 5 സെക്കൻഡിനുള്ളിൽ ജിപ്സി മുന്നിലെത്തി. പക്ഷേ ബൊലീറോയിൽ ചെറുതായി ഒന്നുരഞ്ഞു. പിന്നിൽ പഞ്ചാബിയുടെ തെറി അഭിഷേകം. കാളി അത് ശ്രദ്ധിച്ചില്ല. ഇറക്കം കഴിഞ്ഞപ്പോൾ മുന്നിൽ തവളപ്പാറയുടെ രൂപം കണ്ടു. ആദ്യം ചെന്നവർ ചരിഞ്ഞ പാറയിലേക്ക് വാഹനം കയറ്റി നിർത്തിയിരിക്കുന്നു. അവിടെയും ജനക്കൂട്ടം. കാളിയുടെ ജിപ്സിയും അങ്ങെത്തി. ടൈം നോട്ട് ചെയ്തവർ ഓടിയെത്തി. ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിനിടയിൽ മണിക്കുട്ടൻ്റെ ആഹ്ലാദം നിറഞ്ഞ ശബ്ദം. അണ്ണാ, നമ്മൾ 28 മിനിറ്റ് 34 സെക്കൻഡ് കൊണ്ട് എത്തി. വോളണ്ടിയേഴ്സിൻ്റെ കണക്കിലും അങ്ങനെ തന്നെ. മറ്റു ഡ്രൈവർമാർ കാളിയെ അഭിനന്ദിച്ചു. ജീപ്പിൽ നിന്ന് അവർ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ തിരിച്ചുപോയി ഇടത്തേക്ക് തിരിഞ്ഞ് ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ഗ്രൗണ്ടിലെത്തണം. അവിടെയാണ് സമാപനം. കാളിക്ക് സന്തോഷം തോന്നി. താൻ ചാമ്പ്യൻഷിപ്പ് കൈയെത്തിപ്പിടിക്കാവുന്ന അകലത്തിലെത്തിയിരിക്കുന്നു. തവളപ്പാറയ്ക്ക് മീതെ കനത്ത വെയിൽ പരന്നു തുടങ്ങി. എങ്കിലും കാറ്റ് വീശുന്നുണ്ട്. പടർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ തീ പിടിച്ചതുപോലെയുള്ള ശബ്ദം. പാറക്കെട്ടിന് താഴെയുള്ള ഇരുമുച്ചത്തായി ക്ഷേത്രത്തിലേക്ക് നോക്കി അവനൊന്ന് മിഴികളടച്ചു. പിന്നെ ചെറുമരങ്ങളിൽ മുളകൊണ്ടുണ്ടാക്കിയ തട്ടിലെ തണലിൽ പോയിരുന്നു. എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തിയിട്ടേ ഇനി ടൈഫോയ്ഡിലേക്കുള്ള അവസാന റേസിംഗുള്ളൂ. മണിക്കുട്ടൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് അവന് കൊടുത്തു. അപ്പോഴാണ് പഞ്ചാബിയുടെ ബൊലീറോ വന്നത്. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന താടിക്കാരൻ ദേഷ്യത്തോടെ അവനെയൊന്നു നോക്കി. കാളി കണ്ണിറുക്കി കാണിച്ചു. അടുത്ത 2 വാഹനങ്ങൾ കൂടി എത്തി. ഇനി അവളാ വാസുകി. വെള്ളം കുടിച്ചിട്ട് കുപ്പി മണിക്കുട്ടൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ പിറുപിറുത്തു. ഇരുവരുടെയും കണ്ണുകൾ താഴത്തെ വളവിലേക്ക് നീണ്ടു. കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു ധാരൻ്റെ മുഖം ഏതു നിമിഷവും തെളിഞ്ഞേക്കാം. നിമിഷങ്ങൾക്ക് ദിവസങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന് കാളിക്ക് തോന്നി. അടുത്ത നിമിഷം വനത്തിൽ നിന്നൊരു കുട്ടിക്കൊമ്പൻ അപ്രതീക്ഷിതമായി മുന്നിലേക്ക് ചാടുന്നതുപോലെ വാസുകിയുടെ മഹേന്ദ്രധാർ. അത് പാറകൾ ചാടിക്കടന്ന് പാഞ്ഞു വരികയാണ്. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറന്നു. അപ്പ് അപ്പ്. കാളിചരൺ തട്ടിൽ നിന്ന് ഇറങ്ങി നിന്ന് കൈയടിച്ചു. ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഇടതുവശത്ത് അവൾക്കൊപ്പം ചീറ്റയുമുണ്ട്. എഴുന്നേറ്റ് നിൽക്കുകയാണവൻ. മറ്റാരും അവൾക്ക് സഹായിയായില്ല. ടൈം നോട്ട് ചെയ്ത് അവളുടെ ജീപ്പും ഒതുക്കി. വോളണ്ടിയേഴ്സിനോട് സമയം തിരക്കിയിട്ട് വാസുകി ആഹ്ലാദത്തോടെ കാളിക്കരിയിൽ ഓടിയെത്തി. പിന്നാലെ ചീറ്റയും. എടാ കാളി, നിന്റെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് ഞാൻ. 29 മിനിറ്റ് സെക്കൻഡുകളുടെ വ്യത്യാസം. അവൾ അവൻ്റെ നെഞ്ചിൽ ഒരിടി കൊടുത്തു. കൺഗ്രാറ്റ്സ്. അവൻ അവളുടെ തോളിൽ തട്ടി. ചിരിയോടെ വാസുകി പറഞ്ഞു, മോനെ, ഇനി നിനക്കെന്നെ ജയിക്കണമെങ്കിൽ ആഞ്ഞു പിടിക്കേണ്ടി വരും. ഇപ്പം തന്നെ പിടിച്ചേക്കാമടി. അവൻ കൈകൾ വിടർത്തി മുന്നോട്ടാഞ്ഞു. വേണ്ട മോനെ. അവൾ ഒഴിഞ്ഞു മാറി. പിന്നെ തലയിലിരുന്ന പരുത്തി തൊപ്പിയെടുത്ത് വീശി. അപ്പോൾ ഡ്രൈവർ മോനി അങ്ങോട്ട് വന്നു. രാവിലെ മുതൽ കാഴ്ചക്കാരായ ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അവൻ. ഏറ്റവും മികച്ച സമയമാ 2 പേർക്കും. മോനി അറിയിച്ചു. നീ പറ മോനി, ആര് ജയിക്കും? വാസുകി തിരക്കി. നിങ്ങൾ 2 പേരിൽ ആരായാലും എനിക്ക് സന്തോഷമാ. അവൻ ചിരിച്ചു. പിന്നെയും വണ്ടികൾ വന്നുകൊണ്ടിരുന്നു. അവരുടെ ടൈം ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഏറ്റവും അവസാനം എത്തിയത് അലിമാവോ ബ്രദേഴ്സിൻ്റെ ഹൈസ്പീഡ് ജീപ്പാണ്. മോനി അവരുടെ സമയവും തിരക്കി വന്നു. 34 മിനിറ്റ്. പക കൂടും, വാസുകി ഓർമ്മിപ്പിച്ചു. കാളി ഒന്ന് മൂളി. വിൻസെൻ്റ് അലിമാവോ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. 2 പേരും റെക്കോർഡ് ടൈമാണല്ലോ. അവൻ കാളിയെയും വാസുകിയെയും മാറി മാറി നോക്കി. പക്ഷേ ഇതുകൊണ്ട് ജയിക്കാൻ പറ്റുമോട കാളി? 4 കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട്. മുന്നറിയിപ്പ് പോലെയായിരുന്നു അവൻ്റെ ശബ്ദം. പെട്ടെന്ന് ചീറ്റ അവനെ നോക്കി മുറുമുറുത്തു. വിൻസെൻറ്റിൻ്റെ കണ്ണുകൾ ഒന്നിടുങ്ങി. വാസുകിയെ, ഇവൻ കൊള്ളാമല്ലോടി. ഇങ്ങു തരുന്നോ? അവൻ താടി തടവി. കൊണ്ടുപോകാമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. അവൾ തിരിച്ചടിച്ചു. നേരെ കിട്ടാത്തതിനെ വേട്ടയാടി പിടിക്കുന്നതാ എൻ്റെ ചോര. വേട്ടയാടുന്നത് സിംഹമാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. കഴുതയും അങ്ങനെ ചെയ്യുമോ കാളി? അവൾ തിരിഞ്ഞ് അവനെ നോക്കി കണ്ണിറുക്കി. പിന്നെ കലികാലമല്ലേ, നീർക്കോലിയും പത്തിവിരിച്ചാടും. അവൻ പറഞ്ഞു. സിംഹമാണോ കഴുതയാണോ എന്ന് ഞാൻ കാണിച്ചു തരും രണ്ടിനെയും. 2 മണിക്കൂറിനുള്ളിൽ. വിൻസെൻറ്റിൻ്റെ ഇരുണ്ട മുഖത്ത് പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അന്നേരം ഒരു കാന്താരി മുളക് കൂടി കടിച്ചേക്കണേ, ഒരു എരിവിന്. കാളിച്ചരൺ മീശത്തുമ്പ് ഒന്ന് പിരിച്ചു. വിൻസെൻ്റ് രോഷത്തോടെ വെട്ടിത്തിരിഞ്ഞു പോയി. ലാസ്റ്റ് റേസിംഗ് തുടങ്ങി. ഞാൻ 5 മിനിറ്റ് മണിക്കുട്ട പ്രതീക്ഷിക്കുന്നത്. അങ്ങെത്താൻ. കാളി തീരുമാനിച്ചുറച്ച മട്ടായിരുന്നു. അവൻ്റെ ഊഴമെത്തി. വാസുകിയോട് അവൻ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. എടുത്തു ചാടുന്നതുപോലെ ജിപ്സി താഴേക്ക് കുതിച്ചു. മണിക്കുട്ടൻ ജീപ്പിൻ്റെ കമ്പിയിൽ അള്ളിപ്പിടിച്ചു. വല്ലാത്ത ഡ്രൈവിംഗ് ആയിരുന്നു കാളിയുടേത്.
പ്രപഞ്ചത്തിലെ സകല കാറ്റും അവൻ്റെ ജീപ്പിനെ മുന്നോട്ട് തള്ളുന്നത്ര വേഗത. കുന്ന് കയറിയിറങ്ങി ജീപ്പ് വെള്ളം കവിഞ്ഞൊഴുകുന്ന തോടിനും മീതെ എത്തി. വെള്ളം പിളർന്ന് കുരവപ്പൂ പോലെ തെറിച്ചു. അടുത്ത നിമിഷം ജീപ്പിൻ്റെ ബമ്പറിനടിയിലൂടെ കുറുകെ എന്തോ ഒന്ന് വലിഞ്ഞ് മുൻ ടയറുകൾക്കിടയിൽ കുരുങ്ങി. മലർത്തിയടിക്കും പോലെ ജിപ്സി തലകീഴായി മുന്നോട്ട് മറിഞ്ഞു വെള്ളത്തിലേക്ക്. അണ്ണാ! മണിക്കുട്ടൻ്റെ അലർച്ച വെള്ളത്തിൽ മുറിഞ്ഞു. അടുത്ത ഭാഗം നാളെ.